സുവിശേഷീകരണം വീഡിയോ കാസറ്റുകളിലൂടെ എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന എവരി ഹോം വീഡിയോ മിനിസ്ട്രിക്ക് വേണ്ടി അതിന്റെ പ്രൊഡക്ഷൻ വിഭാഗമായ ആൽഫ ആൻഡ് ഒമേഗ പ്രൊഡക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ഉപഹാരമത്രേ ഈ കാസറ്റ്. പ്രാർത്ഥനയിലൂടെ ശ്രദ്ധിച്ചാലും. ആദ്യമായി മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതിനുശേഷം ആത്മീക പ്രചോദനം നൽകുന്നതായ ഒരു സംഭാഷണവും നിങ്ങൾക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച ശേഷം ഈ കാസറ്റുകൾ നിങ്ങളുടെ സ്നേഹിതർക്കും ദയവായി കൊടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കാസറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ ഏരിയ കോഡ് 516-365-2727. ഞങ്ങളുടെ അഡ്രസ് എവരി ഹോം വീഡിയോ മിനിസ്ട്രി, പോസ്റ്റ് ബോക്സ് നമ്പർ 221, ന്യൂ ഹൈഡ് പാർക്ക്, ന്യൂയോർക്ക് 11040. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു.
കർത്താവിൻ്റെ തിരുനാമത്തിൽ കൂടി വന്നിരിക്കുന്ന വിലയേറിയ ദേവദാസന്മാർക്കും എല്ലാ മാന്യജനങ്ങൾക്കും കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ഈ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അതിനേക്കാൾ ഒരു പടി കൂടെ ശ്രേഷ്ഠമാണ് രക്ഷയെ ഘോഷിക്കുക എന്ന് പറയും. അതിനും ദൈവം നിങ്ങളിൽ പലരോടുമൊപ്പം എനിക്കും ഒരു പദവി തന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തെ അതിനായിട്ട് സ്തുതിക്കുന്നു. നമ്മുടെ ഇതുപോലുള്ള കൂടിവരവുകൾ വെറും ഒരു ഫോർമാലിറ്റി അല്ല. അങ്ങനെ ആയിത്തീരാതിരിക്കാൻ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ലോകക്കാരുടെ മാതിരിയുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, ഒരു രസമല്ല. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ആത്മരക്ഷ തന്നെയാണ്. ഈ ദിവസങ്ങളിലായിട്ട് അനേകർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും കർത്താവിൻ്റെ വ്യവസ്ഥയിലായി തീരുവാനും തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ വരുന്നവനായ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരായി അനേകർ നിൽക്കേണ്ടതിനും ഇടയായിത്തീരേണ്ടതിന് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. മറ്റുള്ളവരെ ഓർപ്പിച്ചുണർത്താം. ഈ ശുശ്രൂഷയാൽ ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താ എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. 42-ാം സങ്കീർത്തനം അതിലെ 1 മുതൽ ചില വാക്യങ്ങൾ.
കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ലോകം അനിഷ്ട സംഭവങ്ങളുടെ പാതയിൽ കൂടെ അത്യഘാതത്തിലേക്ക് അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ അപകട യാത്രയിൽ നിന്റെ ജനമായ ഞങ്ങൾക്ക് നിന്റെ തിരുസന്നിധിയിൽ ഒന്നിച്ചുകൂടി ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാനും ഞങ്ങളുടെ രക്ഷകന് പാട്ടുകൾ പാടുവാനും കർത്താവേ, തിരുവചനത്തിന്റെ കണ്ണാടിയിൽ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ പരിശോധിക്കുവാനും നൽകി തന്ന വിലയേറിയ നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കണമേ, നിന്റെ ആത്മാവ് ഞങ്ങളോട് വാദിക്കണമേ, ഞങ്ങളുടെ ശരീരാത്മകളെ ശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, കേൾക്കുമാറാകണമേ. വേദപുസ്തകത്തിന്റെ കലവറ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തനമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ. ദൈവത്തിന്റെ ദാസനായ സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനായിരുന്ന സ്പർജൻ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ ചില വായിച്ചിട്ടുണ്ടായിരിക്കാം. ദാവീദിന്റെ കലവറ എന്നാണ് അദ്ദേഹം തന്റെ സങ്കീർത്തന വ്യാഖ്യാനങ്ങൾക്ക് പേര് കൊടുത്തിരിക്കുന്നത്, ട്രഷറി ഓഫ് ഡേവിഡ്. വാസ്തവത്തിൽ ജീവിതത്തിൽ ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും മതിയായ അനുഗ്രഹം വേദപുസ്തകത്തിലുണ്ട്, വിശിഷ്യ സങ്കീർത്തന ഭാഗത്തുണ്ട്. ഈ സങ്കീർത്തന കലവറയുടെ താക്കോൽ വാഹകൻ ദാവീദാണ് എന്ന് വേണമെങ്കിൽ പറയാം. അനേകം വിശുദ്ധന്മാർ സങ്കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്. കോരഹപുത്രന്മാര് ആസാഫ്, ഹേമാൻ, യദൂഥൂൻ, ശലോമോൻ, ദൈവപുരുഷനായ മോശ, ഇവരെല്ലാവരും പാടിയ സങ്കീർത്തനങ്ങൾ പലതും ഇതിൽ ചേർത്തിട്ടുണ്ട്. എങ്കിലും സംഗീത പ്രമാണിയായിട്ട് എല്ലാവരും ഒരുപോലെ മതിക്കുന്നത് ദൈവത്തിന്റെ മധുരഗായകൻ എന്നറിയപ്പെടുന്ന ദാവീദിനെ തന്നെയാണ്. നമ്മൾ സാധാരണ ഒരു പുസ്തകം എഴുതുമ്പോൾ അറിയപ്പെട്ട ഒരു ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ നാമത്തിൽ അത് ഡെഡിക്കേറ്റ് ചെയ്യാറുള്ളത് പോലെ ഗായകന്മാരൊക്കെയും അവരുടെ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ സംഗീത പ്രമാണിക്ക് വേണ്ടി അതെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ഈ വായിച്ച ഈ സങ്കീർത്തനത്തിന്റെ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, നാം ഒരു വേദഭാഗം ചിന്തിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കുറഞ്ഞപക്ഷം അത് ആര് പാടി എന്നൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. വേദപുസ്തകം കൈവശമുള്ളവരെല്ലാം ഒന്ന് നോക്കുക, ഇത് ആരുടെ പാട്ടാണ്? 42-ാം സങ്കീർത്തനം ആര് പാടിയതാ? കോരഹപുത്രന്മാർ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് പഴയ നിയമത്തിന്റെ ചരിത്രം ഒരല്പം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചേക്കും, സ്വർഗത്തിൽ പോകുന്നതിന് ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ആവശ്യമുണ്ടോ? ആവശ്യമാണെന്ന് വാദിക്കുന്ന ആളാണ് ഞാൻ. ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, എന്നാൽ നെസസറി നോളജ് ആവശ്യമാണ്. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ. രക്ഷയ്ക്കൊരു ജ്ഞാനമുണ്ട്, അത് നമുക്ക് നൽകുന്ന മതിയായ തിരുവെഴുത്തുകളുണ്ട്. അതിന് വെളിയിലെങ്ങും പോകേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ബുദ്ധിയും ജ്ഞാനവും തന്നിട്ടുള്ളവരൊക്കെയും അതിനെ ഉപയോഗിക്കണം. പലപ്പോഴും എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ സംശയം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കോരഹപുത്രന്മാരെന്ന് പറയുന്ന കൂട്ടരെ കുറിച്ച്. പുതിയ നിയമത്തിലെ അവസാന ഭാഗത്തോട് ചേർന്ന് കാണുന്ന ഒരു കൊച്ചു ലേഖനത്തെ കുറിച്ച് ഞാൻ
ഈ കഴിഞ്ഞ ചില യോഗങ്ങളിൽ പ്രസംഗിക്കുകയുണ്ടായി, യൂദയുടെ ലേഖനം. അതില് 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കഥാപുരുഷനായ കോരഹിനെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ആ വാക്യം ഒന്ന് എടുത്ത് വായിച്ചാട്ട്. 11-ാമത്തെ വാക്യം, അധ്യായം ഒന്നും പറയുന്നില്ല. യൂദായുടെ ലേഖനം. നമ്മളെ യാത്രയിലൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ധാരാളം അറിയാവുന്ന കാര്യമാണ്, ചിലയിടത്തെല്ലാം സിഗ്നലുകൾ ഇങ്ങനെ വഴിയാത്രയിൽ കൊടുത്തിട്ടുണ്ട്. സിഗ്നലുകൾ വളരെ ആവശ്യമാണ് നമ്മുടെ യാത്രയിൽ. ചില സ്ഥലങ്ങളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഡേഞ്ചർ കുറിക്കുന്ന സിഗ്നലുകൾ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ബിലായി സ്റ്റീൽ പ്ലാന്റിൽ കൂടെ ഇങ്ങനെ ആ പ്ലാന്റിന്റെ ഭാഗങ്ങൾ കണ്ടിങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഷോർട്ട് കട്ട് മേ കട്ട് ഷോർട്ട് യുവർ ലൈഫ്. ചില ഭാഗത്തൂടെ നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് കുറുകെ കിടക്കാമെന്ന് തോന്നും, പക്ഷെ അവിടെ വഴിയില്ല. അവിടെ നീ പോകരുത്, അത് നിന്നെ കട്ട് ഷോർട്ട് ചെയ്യും, നിന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ പോലും അപകടത്തിന്റെ മുൻകുറികൾ ഉണ്ടെങ്കിൽ മോക്ഷയാത്രയിലേക്കുള്ള വഴിയിൽ അതില്ലെന്നോ, നിത്യതയുടെ വഴിത്താരയിൽ അതില്ലെന്നോ ഒരുത്തർക്കും പറയാൻ സാധ്യമല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്ന ആളല്ല. ദൈവം എന്നെ സഹായിക്കുന്നിടത്തോളം സത്യം പറയാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം. ഇന്ന് നമ്മളെല്ലാവരും അമേരിക്കയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചീത്ത പറയുന്നു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ചീത്ത പറയുന്നതാണ്. നമ്മളൊരു കൺവെൻഷനിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ചീത്ത പറയുകയാണെങ്കിൽ ഞാൻ ചീത്ത പറയുന്നതാണ്. ഇപ്പൊ സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ചീത്തയാണ്. ഞങ്ങളൊക്കെ ചീത്ത പറയുന്നതായാലും പറയുന്ന യോഗങ്ങളിൽ അതൊന്ന് കുറിച്ചെടുക്കണം. ഞങ്ങൾ പറയുന്ന ചീത്ത വാക്കുകളെല്ലാം കുറിച്ചെടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് പബ്ലിഷ്. ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ ചീത്ത പറഞ്ഞ ആളുകളാണ് അപ്പോസ്തലന്മാരും കർത്താവായ യേശുവൊക്കെ. യേശു ഉപയോഗിച്ച അത്രയും കഠിനപദങ്ങൾ പലയിടത്തും ഞാൻ ഉപയോഗിക്കാറില്ല, കാരണം എനിക്ക് യേശുവിനോട് അധികാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ. പ്രൈസലോ, അതവിടെ നിൽക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസ കോളത്തിൽ തന്നെ മനുഷ്യരുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് വെറുതെ കിടന്ന് വഴക്ക് പിടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ എന്നോട് അതിനെക്കുറിച്ച് ശക്തിയായി സംസാരിച്ച ഒരാളിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. രക്ഷ നഷ്ടപ്പെടുമെന്നും നഷ്ടപ്പെടുകയില്ലെന്നും ഒക്കെ നമ്മൾ 2 വർഷത്തിൽ നിന്ന് സംസാരിച്ചാൽ ഒരിക്കലും അതിലൊരു അന്തം ഉണ്ടാകുകയില്ല നമ്മുടെ സംഭാഷണം. എന്നാൽ ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. പഴയ നിയമത്തിൽ അനേക ഭാഗങ്ങളിലുണ്ട്, അത് പോകട്ടെ. നമ്മൾ പുതിയ നിയമത്തിൽ ജീവിക്കുന്നവരാണല്ലോ. പുതിയ നിയമത്തിന്റെ പേജുകളിൽ 100 അല്ല 1000കണക്കിന് സന്ദർഭങ്ങളിൽ സൂക്ഷിച്ചുകൊള്ളുകയും കരുതിക്കൊള്ളുകയും സൂക്ഷിക്കുകയും ശ്രദ്ധിച്ചുകൊള്ളുകയും എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് അപകട സൂചനകൾ നൽകുന്നു. സൂക്ഷിച്ചുകൊള്ളുകയും. ഞാൻ ചോദിച്ചു, സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് വരുമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ തർക്കം നിർത്തിയേക്കാം. സൂക്ഷിച്ചുകൊള്ളുകയെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് വരുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അന്നേരം ഞങ്ങൾ സംഭാഷണം നിന്നു. അപകടം വരുമെന്ന യൂദായുടെ ലേഖനം ഒരു ട്രഷറിയാണ്, ഒരു കൊച്ചു ചെപ്പിനകത്ത് സത്യങ്ങളെല്ലാം കൂടെ കുത്തിക്കൊള്ളിച്ച് വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നില്ല. അതിനകത്ത്
പൊതുവിലുള്ള രക്ഷയും വിശുദ്ധന്മാർക്ക് പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസവും, അതെ, ദൂതന്മാർ വീണുപോയതും സോദോം ഗൊമോറ തുടങ്ങിയ പട്ടണങ്ങൾ നശിച്ചതും വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമായി ഇസ്രായേൽ മരുഭൂമിയിൽ വെച്ച് പിന്മാറി നശിച്ചതും, ഇതെല്ലാം പറഞ്ഞിട്ട് വിവിധ സന്ദർഭങ്ങളിലായി അത് ആത്മീയ ഔന്നത്യത്തിൽ നിന്ന് വീണുപോയ 3 വ്യക്തികളുടെ അധപ്പതനത്തെ എടുത്ത് നമ്മുടെ മുമ്പിൽ പൊക്കി കാണിച്ചിരിക്കുക. അത് എക്കാലത്തുമുള്ള ആത്മീയന്മാർക്ക് 3 തീക്കുറികളാണ്. അവർ കയ്യോ കഷ്ടമെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതിൽ ഒന്നാമത്തെ കഷ്ടത്തിന്റെ അവകാശി ആരാണെന്നറിയാമോ? കായൻ. നിങ്ങൾ ചോദിച്ചേക്കും, ആരാണ് ഈ കായൻ? ഞാൻ പറയാം, ലോകത്തിൽ ആദ്യമായിട്ട് മതം ആരംഭിച്ചവനെന്നുള്ള ആ ബഹുമതി, അതൊരു ബഹുമതിയാണെങ്കിൽ അത് കായനാണ് കൊടുക്കേണ്ടത്. ശങ്കരാചാര്യനല്ല, ബുദ്ധനല്ല, ദയാനന്ദ സരസ്വതി അല്ല, മധ്വാചാര്യരല്ല, ലോകത്തിലെ ഒരു അറിയപ്പെട്ട വ്യക്തിയുമല്ല ആദ്യം മതം സ്ഥാപിച്ചത്. ആദ്യം ഭൂമിയിൽ മതം ഉദ്ഘാടനം ചെയ്തത് കായൻ. അവൻ പുസ്തകം വല്ലതും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ അവൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ മതം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എന്നോട് ചോദിച്ചേക്കും, എന്തോ മതം? മതമെന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ അതിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇന്നതുപോലെയൊക്കെ ചെയ്യണമെന്ന് ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ഭക്തൻ തന്നെ അതേ സ്വന്തം കണക്കുകൂട്ടലുകൾ അവൻ എത്തിച്ചേരുന്നതായ ആ നിഗമനമാണ് മതമെന്ന് പറയുന്നത്. ഇത് ചുരുക്കി പറയാം, ശരിയായിട്ട് മനുഷ്യനായിരിക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ, 2 പേര് ദൈവത്തെ ആരാധിക്കാൻ പോയി. കായൻ ഏതാണ്ടൊക്കെ വാരി കെട്ടിക്കൊണ്ട് പോയി. ദൈവം അവന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ദൈവം ചോദിക്കാത്തത് കൊണ്ടാണ് അവിടെ ചെന്നത്. ദൈവത്തിന് വേണ്ടാത്തത് കൊണ്ടാണ് അവിടെ ചെന്നത്. മറ്റൊരു കാരണം, ദൈവം ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതായ ആരാധനാ പദ്ധതിയോട് യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു പൊരുത്തവുമില്ലാത്ത ഒരു പദ്ധതിയുമായിട്ടാണ് ഇവൻ കടന്നത്. വേദശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രീ ഫ്രം ബ്ലഡ്, രക്തരഹിതമായ ഒരു കാഴ്ചയുമായിട്ടാണ് അവർ ദൈവസന്നിധിയിൽ ചെന്നത്. കാലങ്ങളുടെ സമ്പൂർണതയിൽ ഈ ലോകത്തിൽ പാപപരിഹാര ബലിയായി തീരുവാൻ പോകുന്ന ദൈവകുഞ്ഞാടിന്റെ ആ പരമയാഗത്തെ ദൂരത്ത് നിന്ന് കണ്ട് അഭിനന്ദിച്ച് അതിനോട് ഏകീഭവിക്കുവാൻ ഹാബേൽ വിശ്വാസ നയനങ്ങളാൽ അവൻ ഭാവിയിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് ആരാധിക്കുമ്പോൾ ഇവൻ കണ്ണു മങ്ങിയവനായി, ഹ്രസ്വദൃഷ്ടിയുള്ളവനായി, തന്റെ നിരൂപണത്തിന് അനുസരണമായി കർമ്മപദ്ധതിയുമായിട്ട് തന്റെ അധ്വാന ഫലവുമായി അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പ്രൈസലോ, ദൈവം അവനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി തറപ്പിച്ചു പറയും, ദൈവത്തെ ആരാധിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ദൈവത്തെ പ്രീതരാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അതിന് ദൈവത്തിന്റെ ആവശ്യം എന്താണ് എന്നൊന്ന് തിരക്കി അറിഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം മുമ്പോട്ട് വെക്കാം. ഹാബേൽ അതാണ് ചെയ്തത്. ഹാബേൽ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയത് വെറുതെ അല്ല, നോട്ട് ബൈ റീസൺ ബട്ട് ബൈ റെവലേഷൻ. അവന്റെ നിരൂപണത്താനല്ല, അവന്റെ ഭാവനയിൽ നിന്ന് ഉടലെടുത്തതല്ല, ദൈവം അനുകൊടുത്തതായ വെളിപ്പാടിന്റെ വെളിച്ചത്തിലാണ് അവൻ ആരാധിക്കുവാൻ മുന്നോട്ടിറങ്ങിയത്. ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നാൽ
നമ്മൾ ഈ ഇരിക്കുന്ന ഈ കെട്ടിടത്തെക്കാൾ മനോഹരമായ കൊത്തുപണികളൊക്കെ ഉള്ളതായ ദേവാലയങ്ങൾക്ക് ഞാൻ തന്നെ പലപ്പോഴും എന്റെ സാക്ഷ്യം പറയാറുണ്ട്. ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് ഉയരുന്നതായ ആ സുഗന്ധധൂപമൊന്നും ഇവിടെ ഒന്നുമില്ല. കുന്തിരിക്കത്തിന്റെ പുകപടലങ്ങൾക്കിടയിലാണ് ഞാൻ 6 വർഷത്തോളം ശുശ്രൂഷിച്ചത്. എന്നാൽ വേദപുസ്തകം വായിച്ചപ്പോൾ, വിശേഷിച്ച് ആ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ കുന്തിരിക്കം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ധൂപവർഗം, ദൈവമക്കളുടെ നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് പൊങ്ങുന്ന നിർമ്മല പ്രാർത്ഥനയാണ് ദൈവത്തിന് ധൂപവർഗം. അല്ലാതെ അക്ഷരികമായ ചെഞ്ചല്യം വിട്ടു പോയിക്കുന്നത്. ഈ അലങ്കാരവേലകളൊന്നുമല്ല. ചിത്രം തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എംബ്രോയിഡറി വർക്കല്ല. അത് പരിശുദ്ധാത്മാവിന്റെ കൊത്തുപണികളും പരിശുദ്ധാത്മാവിന്റെ ചിത്രവേലകളുമാണ്. അത് അകത്തെ മനുഷ്യന്റെ സൗന്ദര്യമാണ്. മതം എപ്പോഴും ബാഹ്യമായതിലേക്ക് ശ്രദ്ധിക്കുമ്പോ വെളിപ്പാട് അന്തർഭാഗത്തിലേക്ക് തിരിയുന്നു. സത്യം കണ്ടുപിടിക്കുവാൻ, സത്യം അറിയുവാൻ, സത്യം അനുസരിപ്പാൻ, സത്യത്തിൽ അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വഴി ഇന്ന് രാത്രിയിലും തെളിഞ്ഞു കിടക്കുക. യാക്കോബായ സഭയിലെ ഒരു പാട്ട് ഞാൻ പലപ്പോഴും പാടി കേൾപ്പിക്കാറുണ്ട്. പലതരം ഉപദേശങ്ങളോ താരിൽ മുളച്ച് വരക്കുന്നു, ദൈവത്തിന്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോവും തന്നെ. പലതിനിടയിൽ നിന്ന് സത്യമൊന്ന് തിരിച്ചറിവാനും അതിലൊന്ന് തൊട്ടവസാനിപ്പിക്കുവാനും എനിക്ക് കഴിയണമേ എന്നുള്ള പ്രാർത്ഥന ഇന്ന് രാത്രി നമ്മളെ എല്ലാവരെയും ഒന്ന് ഭരിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് യൂദയുടെ ലേഖനത്തിലേക്ക് വളരെയധികം അത് കടന്നു പോകുവാൻ ഇപ്പോൾ സമയമില്ല. അവർക്ക് അയ്യോ കഷ്ടം. ദൈവത്തിന്റെ വെളിപ്പാടിന്റെ വഴിയിൽ കൂടെ പോകാതെ മതത്തിന്റെ വഴിയിൽ കൂടെ പോകുന്നവന് അയ്യോ കഷ്ടം. ഞങ്ങളുടെ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഒരു കൂട്ടുപ്രവർത്തകനായിരുന്ന വാസു ബി എ തോമസ് സാധാരണ പറയും, ആരാധന വിഷയത്തിൽ ലോകത്തില് ഇങ്ങനെ 2 ജാഥകൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതായിട്ട് അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ ചിത്രീകരിക്കാറുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറയാം, ഒരു ജാഥയുടെ നീളം വളരെ കൂടുതലാണ്, അതിന്റെ അങ്ങേയറ്റം കാണാൻ സാധ്യമല്ല, അതുപോലെ നീണ്ട ഒരു ജാഥയാണ്. ആ ജാഥയുടെ തലയ്ക്കലാണ് കായൽ നിൽക്കുന്നത്. കായൽ തലയ്ക്കൽ നിന്നുകൊണ്ട് പുറകെ വരുന്ന അതേ അനുഗാമികൾക്ക് മുദ്രാവാക്യം ചൊല്ലിക്കൊടുക്കുന്നത് പ്രവൃത്തിയാൽ രക്ഷ, കർമ്മത്താൽ രക്ഷ. അതേസമയം ഒരു കൊച്ചു ജാഥ, ഒരു മെലിഞ്ഞ ജാഥ, കുറച്ചുപേര് ചുരുക്കം പേരുടെ ജാഥയാണ്, വലിയ ആഘാതമൊന്നുമില്ല. അതിന്റെ തലക്കൽ നിൽക്കുന്നത് ഹാബേലാണ്. ഹാബേൽ വിളിച്ചു പറയുന്നത് വിശ്വാസത്താൽ രക്ഷ. ഇന്ന് രാത്രി വരെ ഈ 2 ജാഥകൾ മുന്നോട്ട് പോവുകയാണ്. 2 ജാഥകൾ മിക്കവാറും സമാപിക്കാൻ ഓരോരുത്തർ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് വലിയ താമസമില്ല, വെളിപ്പെടുവാനുള്ള സമയം ആസന്നമായി. ആ ചെറിയ ജാഥയിൽ ഉൾപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നതിനാൽ ഞങ്ങൾ സാധാരണ പണ്ടൊക്കെ ചൊല്ലുന്ന ഒരു നല്ല ഗീതം എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. എന്റെ ഒരു ഭാഗം മാത്രം ചൊല്ലാം. ജീവകരം മൃതികരം എന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ, നൂതനമാം ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാക്ഷിച്ച ദുഷ്ടാത്മാവോട് പടവെട്ടി ജയമോടേറി പറയുന്നു, ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്ക് അനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം. പലതരത്തിലുള്ള വഴികളുണ്ട്. അതിൽ രക്തസാക്ഷികൾ തിരഞ്ഞെടുത്തത് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണ്. എന്തിനാണ് അവർ ഈ ദുഃഖടമാർഗം കാക്ഷിച്ചതെന്നറിയാമോ? എന്തിനാണ് അവർ ദുഷ്ടാത്മാവോട് പടവെച്ചതെന്നറിയാമോ? നിത്യജീവൻ സ്വന്തമാക്കുന്നതിന് വേണ്ടി. രാത്രിയുടെ വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും കർത്താവിന്റെ ദാസന്മാരായ ഈ പ്രിയപ്പെട്ടവരൊക്കെ ഓടി നടന്ന്
ഇങ്ങനെ അവരെയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പലരും ഞങ്ങളോട് പറയുന്നത് ഇത് സത്യമാണ്, ഞങ്ങൾക്കിത് ആശ്വാസമാണ് എന്നൊക്കെയാണ്. ചിലർ മാത്രം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സത്യത്തെ മറയ്ക്കുവാൻ അനേകം ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തോട് ഇപ്പം വളരെ ബന്ധമൊന്നും തോന്നുന്നില്ലെങ്കിലും എന്റെ മനസ്സിന്റെ വേദന കൊണ്ട് ഞാൻ വേദഭാഗം ഒന്ന് ഉദ്ധരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിത യാത്രയിൽ, സുവിശേഷ യാത്രയിൽ ഒരിക്കൽ പാഫോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. അവിടെ സെർജിയസ് പൗലോസ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഓഫീസറെ കണ്ടു. ബുദ്ധിമാനും നല്ല മനസാക്ഷിയുടെ ഉടമയുമായ സെർജിയസ് പൗലോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പൗലോസിന്റെ പ്രസംഗം കേട്ട് ആകർഷകനായി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് മുന്നോട്ട് വന്നു. ഒരു ഉദ്യോഗസ്ഥനാണ്, ദേശാധിപതി. അദ്ദേഹത്തെ വിശ്വാസത്തിലോട്ട് വിടാതിരിക്കാനായിട്ട് വകഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേര് കേട്ടാൽ ഭയങ്കര. 2 പേരുണ്ട്. അവന്റെ ഒരു പേര് ദൈവമക്കളുടെ ഒക്കെ അടുക്ക ചെല്ലുമ്പം വെളിപ്പെടുത്താനായിട്ട് അവനൊരു പേര് കിട്ടുന്നു. ആ പേര് ബറിയേശു. ബറിയേശു എന്ന് പറഞ്ഞാൽ മൂലഭാഷയിൽ അർത്ഥം യേശുവിന്റെ മകനാണ്. പേരൊന്നാം തരം പേര് ബറിയേശു. ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. ഞാൻ വേറെ ഭാഷ ഉദ്ധരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവൻ പൗലോസിന്റെ വാക്കുകളാൽ ആകർഷനായി സുവിശേഷം സ്വീകരിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ പ്രിയപ്പെട്ടവന്റെ വിശ്വാസത്തെ തടുത്തു കളയുവാൻ ഈ ബറിയേശു ശ്രമിച്ചു. ഞാനോ വല്ലവരും ആയിരുന്നെങ്കിലും അങ്ങേറ്റം വന്ന ദൈവം ഇതിന് മറുപടി ചോദിക്കും എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോസ്തലനായ പൗലോസ് എന്നേക്കാൾ ഉഗ്രനായതുകൊണ്ട് പൗലോസ് അവിടെ പറഞ്ഞ മറുപടി എന്താണെന്ന് ഏതോ ദിവസം വായിച്ചിട്ടുള്ളവർക്കറിയാം. പൗലോസിന്റെ ആ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ചീത്ത പറയായിരുന്നോ എന്തായിരുന്നു പിന്നെ അടുത്ത ദിവസത്തെ പ്രസ്താവന എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ തുടങ്ങിയത് ഹേ സകല ധൂർത്തും കപടവും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ. ആരെയാ വിളിച്ചത്? യേശുവിന്റെ മകൻ എന്നുള്ള പേരുമായിട്ട് നടന്നവനെ. പൗലോസിനറിയാം ഇവൻ യേശുവിന്റെ മകനല്ല, പിശാചിന്റെ മകനാണ്. പിശാചിന്റെ മകനെ. അടുത്തത്, കർത്താവിന്റെ വഴി മറിച്ചു കളയുന്നത് നീ മതിയാക്കയില്ലയോ? ഭയങ്കര ഒരു ചോദ്യമാണ്. നീ എന്തുവാ ചെയ്യുന്നത് നിനക്ക് അറിഞ്ഞുകൂടാ. നീ കർത്താവിന്റെ വഴി മറിച്ചു കളയുകയാണ്. അതിനിയെങ്കിലും മതിയാക്കയില്ലോ എന്ന്, ഈ തീക്കളി നിർത്തുകയില്ലയോ എന്ന്. ഇത് ചോദിച്ചു പൗലോസ് അടുത്തായിട്ട് പറഞ്ഞെന്നറിയുമോ? ഇപ്പൊ തന്നെ കർത്താവിന്റെ കൈയിന്റെ മേൽ വീഴും. തുടർന്ന് ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അറിയണമെങ്കിൽ ഇടിച്ചെന്ന് വായിക്കണം. നട്ടുച്ചയ്ക്ക് ചുമര് തപ്പാൻ തുടങ്ങി. എവിടെ ഭിത്തിയെന്ന്? നട്ടുച്ചയ്ക്ക്. കർത്താവിന്റെ വഴി മറിച്ചു കളയുന്നതിനേക്കാൾ ശാപകരമായ ഒരു കാര്യം ഈ ലോകത്തിൽ വേറെ ഇല്ല. ഒരുത്തൻ ദൈവഭാഗത്തേക്ക് കണ്ണറിഞ്ഞ് ആത്മരക്ഷ പ്രാപിച്ച് നിത്യതയ്ക്കുടയവനായി തീരുവാൻ ഒരുത്തൻ മുന്നോട്ട് വരുമ്പോൾ അവന്റെ ആത്മരക്ഷയെ തടയുന്നവനെ, കർത്താവിന്റെ വഴി മറിച്ചു കളയുന്നവനെ അയ്യോ കഷ്ടം. അല്ല ഒന്നും പറയാം. അയ്യോ പിന്നെ ബറിയേശുവിന്റെ പോക്കെന്ന് കാണും. ആകെ കണ്ണിൽ തിമിരം കയറി കൂടെ നടക്കുന്നവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അങ്ങ് പോയി. പിന്നെ അവനെ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ദൈവമേ, വേറെ ഒന്നും സാധിച്ചിട്ടില്ല. കർത്താവിന്റെ വഴിയിൽ ജീവിപ്പാനും ചിലരെങ്കിലും കർത്താവിന്റെ വഴിയിലേക്കൊന്ന് കൈപിടിച്ച് നടത്തുവാനും എനിക്ക് ഭാഗ്യം നൽകണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയോട് വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, നാശത്തിന്റെ വഴിയിൽ മുൻപോട്ട് പോകുവാനല്ല, കർത്താവിന്റെ വഴിയിൽ അത് യാത്ര ചെയ്ത് പരമാനന്ദ മോക്ഷം പ്രാപിപ്പാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആശിക്കുന്നത്. കായേന്റെ വഴി, ആ വഴി ഇന്ന് രാത്രിയിലും വിശാലമായി കിടക്കുകയാണ്. ആരും അതിൽ വഞ്ചിക്കപ്പെടും. രണ്ടാമതായിട്ട് ബിഗിനിങ്ങാണ് നമ്മൾ പറഞ്ഞത്. കുറെ മുന്നോട്ട് ചെല്ലുമ്പോൾ ആർക്കും ഏത് ആത്മീയനും
അത് സംഭവിക്കാൻ സാധ്യതയുള്ള വേറൊരു ടെംപ്റ്റേഷനാണ് പിന്നെ കാണിച്ചിരിക്കുന്നത്. ബലിയാമിന്റെ വഞ്ചന. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് റഷിംഗ് ഹെഡ്ലോങ് ഇൻടു ഇറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ ശപിക്കാനായിട്ട് വരാമെങ്കിൽ ധാരാളം പണം തരാമെന്ന് ഒരു രാജാവ് പറഞ്ഞ ഉടനെ മുൻപിൽ ചിന്തിക്കാതെ ചാടി ഇറങ്ങി. ഒരു കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഡിസൈനിങ്ങും അതോറിറ്റിയും ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ. അവനൊരു കാര്യം അറിയാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം മതിയായിരുന്നു. ഇപ്പൊ ലക്ഷണം നോക്കണം. മുമ്പ് അവന് ആധികാരികമായിട്ട് എന്തെങ്കിലും വാക്കുകൾ പറയുവാൻ ദൈവാത്മാവിന്റെ അധികാരം മതിയായിരുന്നു. ഇപ്പോ ക്ഷുദ്രപ്രയോഗം. ഇത് രണ്ടും ഇപ്പൊ കൈമുതലായിരിക്കും. അവസാനം എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇസ്രായേലിനോട് കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ രംഗത്തു നിന്നൊന്ന് പിൻവലിഞ്ഞാൽ മതിയെന്നാണ്. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ആരോടൊന്നില്ലാതെ ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ എന്ന്. മരിച്ചുപോയ വാസു PC ചാക്കോ അവർ പലപ്പോഴും പറയുമായിരുന്നു, ഭക്തന്മാർ മരിക്കുന്ന പോലെ മരിക്കണമെങ്കിൽ ഭക്തന്മാർ ജീവിച്ച പോലെ ജീവിക്കണം. ഇതല്ലോ ഓടിക്കെന്ന് ഭക്തനായിട്ട് മരിക്കാൻ നിൽക്കുക. ഭക്തന്റെ അന്തം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭക്തനായി ജീവിച്ചു കൊള്ളണം. എങ്കിൽ മാത്രമേ ഒരു ഭക്തന്റെ പര്യവസാനം ലഭിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തേത് അതിഭയങ്കരമായതുകൊണ്ടായിരിക്കാം അത് ഒളിവിൽ ചേർത്തിരിക്കുന്നത്. കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യും. ഞാൻ പല യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൽ, എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് വരെ ഞാൻ പല പുസ്തകങ്ങൾ വായിച്ചിട്ടും പലരോട് ചോദിച്ചിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ചോദിച്ചിട്ട് പോലും എനിക്ക് മറുപടി കിട്ടാത്ത, എനിക്ക് വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാം. കൃപയാലേ രക്ഷിക്കപ്പെട്ട, കണ്ണുനീരിൽ കൂടെ പാപമോചനം പ്രാപിച്ച, ഞാൻ ഏതുമില്ലേ, ഞാൻ ഒന്നുമില്ലേ എന്നെല്ലാം ദൈവത്തിന്റെ പാദത്തിൽ വീണ് നിലവിളിച്ചിട്ട് പാപമോചനയും രക്ഷയും പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ അഹങ്കാരിയായി മാറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് മിസ്റ്ററിയാണ്. ആ പദവിയിൽ എത്തിച്ചേർന്ന വല്ലവരും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മപരിശോധന ചെയ്യണം. കോരകിന്റെ മത്സരം. ഈ കോരകാരാണ്, പ്രജാതിക്കാരനല്ല. ഇവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവനാണ്. ഇവന് പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ സംഹാരദൂതന്റെ വാൾമുനയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവനാണ്. ഇവൻ കൈപ്പിചിരിയോടുകൂടി അത്താഴം കഴിച്ചിട്ട് യാത്രക്കാരന്റെ വേഷം ധരിച്ച് വടിയും പിടിച്ച് സംഹാരദൂതൻ എന്നെ കടന്നുപോയെന്ന് പാട്ടും പാടി ഇറങ്ങിയവനാണ്. ഇവൻ ചെങ്കടൽ കടന്നതാ. പാറയിലെ വെള്ളവും അതുപോലെ തന്നെ ശക്തന്മാരുടെ ഭക്ഷണവും ഒക്കെ ഇവൻ അനുഭവിച്ചവനാണ്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ചൂട് മാറി, ആള് മത്സരിയായി തീർന്നു. വേദപുസ്തകത്തിൽ ചില പാപങ്ങളെ വേറെ ചിലതിനോട് താരതമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ മത്സരത്തെ ഉപയോഗിച്ചിരിക്കുന്നത് കൂടോത്രത്തോടാണ്. മത്സരം ആ വിചാരം പോലെ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മത്സരക്കാരനായിട്ട് ഉണ്ടെങ്കിൽ അവനെ സ്വർഗത്തിലെ ദൈവം കണക്കാക്കിയിരിക്കുന്നത് അന്യദേവനെ ആരാധിക്കുന്ന, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന, പിശാചിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനോടാണ് തുല്യപ്പെടുത്തുക. എത്രയോ ഭയങ്കരമാണെന്ന് ദൈവങ്ങൾ ഓർത്ത് നോക്കുക. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ മത്സരമോ പ്രൈസലോ കീഴ്വഴങ്ങാത്ത പ്രകൃതിയോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് എന്നേക്കുമായി വിട പറയുവാൻ ഇതൊരു സന്ദർഭമായിരിക്കണം. ഹല്ലേലൂയ. കോരകിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. കോരകിന്റെ മത്സരം ഉണ്ടെങ്കിൽ അവിടെ പിന്നെ യാതൊരു നീക്കുപോക്കുമില്ല, നശിക്കല്ലാതെ വരെ ഒന്നും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്ന ഒരു കാര്യം, നിങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുക. പ്രൈസലോ. ഈ കോരക് നശിച്ചു പോയെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നശിച്ചു പോയ ഒരുത്തന് പിന്നെ എങ്ങനെയാ മക്കളുണ്ടായത്? ഇവന്റെ മക്കളെല്ലാം
പാട്ടുകൾ പാടുന്നതായിട്ടൊക്കെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കോരപുത്രന്മാരുടെ പാട്ടുകൾ സങ്കീർത്തനത്തിലുണ്ട്. പിൽക്കാല ഗീതങ്ങളാണ്. മറ്റേ മരുഭൂമിയിൽ മോശയോടുകൂടി സഞ്ചരിക്കുന്ന കാലത്താണ് കോരഹ് മരിച്ചുപോയത്. സങ്കീർത്തനക്കാരനായ ദാവീദിന് ശേഷവും മറ്റും കോരപുത്രന്മാരുടെ പാട്ടുകൾ ചേർക്കണമെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. ദൈവമക്കൾ ഒരൽപ്പം ചരിത്രം കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്ലീസ്, വേദപുസ്തകം ആവശ്യമുള്ളവര് സംഖ്യാപുസ്തകം എടുക്കാം. അതിന്റെ 26-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങൾ ഒരാൾ ശബ്ദത്തിൽ വായിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുകയും ചെയ്യണം. സംഖ്യാപുസ്തകം 26-ന്റെ 9 മുതൽ. ഏലിയാവിന്റെ പുത്രന്മാർ നെബൂവേൽ, ദാദാൻ, അബീരാം യഹോവയ്ക്ക് വിരോധമായി അറിയിച്ചപ്പോൾ കോരയുടെ കുലത്തിൽ മോശയ്ക്ക് മാറാൻ വിരോധമായി പ്രയോഗിച്ച സംഘസദസ്യന്മാരായ ദാദാനും അബീരാമും ഇവർ തന്നെ ഭൂമി വായി തുറന്നു. അവരെയും കോരയെയും വിഴുങ്ങിക്കളയും തീ നൂറ്റമൊന്നേ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരയിലെ പുത്രന്മാർ മരിച്ചില്ല. എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആ കാര്യമായി പോയത് കിട്ടി. കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. കോരഹ് മരിച്ചു, എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. എന്റെ ദൈവമേ, ഇതെങ്ങനെ ഒന്ന് പ്രസംഗിച്ച് കേൾപ്പിക്കണമെന്ന് എനിക്കറിയാം. ഇതിനകത്തൊരു പ്രസംഗം ഉണ്ടെന്ന് എനിക്കറിയാം. കോരഹ് മരിച്ചു, അവരുടെ അടയാളമായി തീർന്നു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ഇതിനെ സൂചിപ്പിക്കുന്ന അനേക വേദവാക്യങ്ങൾ സങ്കീർത്തനത്തിൽ തന്നെയുണ്ട്. ഒരെണ്ണം സന്ധ്യയ്ക്ക് ഇവിടെ നിന്ന് ഞാൻ ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഓടിയെത്തി. അത് 91-ാം സങ്കീർത്തനത്തിലാണ്. അത്യുന്നതിന്റെ പറവിൽ വസിക്കുകയും ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലി വരുമ്പോൾ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണും. താഴോട്ട് വരുമ്പോൾ നിന്റെ ഒരു ഭാഗത്ത് 1000 പേരും നിന്റെ വലത്ത് ഭാഗത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കയില്ല. നീ പലതും കാണും, പക്ഷേ അത് നിന്നോട് അടുക്കയില്ല. യാതൊരു അനർത്ഥവും നിന്റെ കൂടാരത്തിന് ബാധകമാകാത്ത വിധത്തിൽ ദൈവം നിന്നെ മറവിടമായി പാലിക്കും. ഹല്ലേലൂയ. എത്രയോ പേര് അപമൃത്യുവിന് ഇരയായി തീർന്ന ഒരു പകലിലാണ് നമ്മൾ ജീവിച്ചത്. നമ്മുടെ സാമർഥ്യം കൊണ്ടാണ് ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി പറയട്ടെ, ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ ആവർത്തനമായിരിക്കാം. നമ്മളെ സൂക്ഷിപ്പാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് ഈ ലോകത്തിൽ വരാൻ സാധ്യതയുള്ളതായ അപകടങ്ങളെ ദൂരവെ കണ്ടറിഞ്ഞ് അതിനെ ഒഴിവാക്കുവാൻ നമുക്കാർക്കും മുന്നറിവില്ല, നമുക്ക് സർവശക്തിയില്ല. നമ്മളെ സൂക്ഷിക്കുവാൻ നമ്മൾ ശക്തരല്ല. അങ്ങനെ സൂക്ഷിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുന്നത് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. നമ്മൾ സൂക്ഷിക്കാൻ ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ പറയാം. ഒരു പ്രമാണം കാത്തു സൂക്ഷിപ്പാൻ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. മറ്റൊന്ന്, പാപം ജീവിതത്തിനുള്ളിലേക്ക് പ്രവേശിക്കാതെ വണ്ണം വിശുദ്ധിയെ കാത്തുകൊള്ളുവാനും ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ നീതിയും നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ആപത്തനർത്ഥങ്ങൾ വരുമ്പോൾ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ ജോലിയാണ്. ഹല്ലേലൂയ. സംഭവങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ, ജീവിതം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് വാർദ്ധക്യത്തോടും അതുപോലെ തന്നെ ന്യായവിധിയോടും അടുത്തു വരുന്നതായ സമയത്ത് തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ താൻ എഴുതിയത് എന്താണ്? താൻ എന്താണ് പ്രാഗൽഭ്യത്തോടെ പറയുന്നത്? വിശ്വാസം കാത്തു. ഞാനതിനെ കുറിച്ച് പറയുന്നത്, ഇതൊക്കെ പറയുമ്പോൾ ആ ചീത്ത പറഞ്ഞ ആളുകൾ പറയുന്നു. അനേകം വൈദിക മേലധ്യക്ഷന്മാരെ ഞാൻ ധൈര്യത്തോടെ പറയുകയാണ്, സ്വർഗീയ കോടതി വിസ്തരിക്കുന്നതായ ദിവസത്തിൽ
എന്റെ വിശ്വാസം നീ എങ്ങനെ കൈകാര്യം ചെയ്തു? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, ഫെയ്ത്ത്, ക്രീഡ്, ഡോക്ട്രിൻ, അതെങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് സ്വർഗീയ കോടതി മുഖപക്ഷമില്ലാതെ ചോദിക്കുന്ന സമയത്ത് അനേക വൈദിക പേരധ്യക്ഷന്മാർ മുട്ടുപിറച്ചുകൊണ്ട് പറയാൻ പോകുന്ന മറുപടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അയ്യോ, ഞങ്ങൾ പ്രമാണം ഉണ്ടാക്കി, ഞങ്ങൾ വിശ്വാസം ഉണ്ടാക്കി, ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ച് അനേകം വിശ്വാസങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ പിന്നെ പുതിയ പുതിയ പ്രമാണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് അതിന്റെ ഔട്ട്ലൈൻ എല്ലാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീ വന്നത്. അല്ലെ കുറച്ചുകൂടെ ഉണ്ടാക്കിയേനെ. ഞാൻ വിശ്വാസം കാത്തു, ഞാൻ വിശ്വാസം കാത്തു. താൻ തന്റെ വിശ്വാസത്തിൽ നിരപുത്രനായ തീമോഥെയോസിനോട് പറയുന്നത്, മകനെ നീ വിശ്വാസമെന്ന ഉപനിധി കാത്തുകൊള്ളുക, നിക്ഷേപം കാത്തുകൊള്ളുക. അതിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഉണ്ടാക്കാനല്ല. അത് നമുക്ക് അവകാശമില്ല, ഫലമേൽപ്പിക്കപ്പെട്ടതാ. ഹല്ലേലൂയ. ഇന്നലെ കളിന്നു ഞാൻ പ്രിയനാളിലോ ഇസ്രായേൽ മക്കളുടെ യാത്ര നമ്മൾ നോക്കുകയാണെങ്കിൽ, മരുഭൂമി യാത്ര, അവരെല്ലാം ഒരു ജനമായിട്ട് ഒരേ പാട്ടുകളൊക്കെ പാടി ഒരേ അനുഭവത്തിലൊക്കെ ഇറങ്ങി തിരിച്ചെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങൾ വരുമ്പോൾ അവർ ചേരികളായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും താല്പര്യം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. അതിന് ഏകദേശം ഇങ്ങനെയാണ്: നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇസ്രായേൽ മക്കൾ എല്ലാവരും ഒന്നിച്ചിറങ്ങി. അത് കഴിഞ്ഞിട്ട് പൗലോസിന്റെ ഫ്രേസ് ഞാൻ നിങ്ങൾക്ക് വന്ന് പരിചയപ്പെടുത്താം. ആദ്യം പറയുന്നത് ഒരേ 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 വായിച്ചാൽ എല്ലാവരും ഒരു മേഘത്തിന്റെ കീഴിലായിരുന്നു കേട്ടോ. പല മേഘമല്ല, ഒറ്റ മേഘമാണ് എല്ലാവരെയും മറച്ചത്. അടുത്തത് എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു, എല്ലാവരും സമുദ്രത്തിലും. അതൊക്കെ വിവരിക്കാൻ എനിക്ക് അറിയാം. മേഘത്തിലും സമുദ്രത്തിൽ കൂടെ ഒക്കെ സ്നാനം എന്ന് പറഞ്ഞു രണ്ടായിട്ട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മുകളിൽ മേഘം, അത് വെള്ളത്തിന്റെ പ്രതീകം. സമുദ്രത്തിലെ ജലഭിത്തികൾ, അത് വെള്ളത്തിന്റെ പ്രതീകം. അടി സമുദ്രത്തെ കുറിക്കുന്നതായതുകൊണ്ട് അതും വെള്ളത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ 4 വശത്തും ജലഭിത്തികൾക്ക് നടുവിൽ കൂടെ ഒരു തുരങ്കത്തിൽ കൂടെ, വെള്ളം കൊണ്ടുണ്ടാക്കിയ ഒരു തുരങ്കത്തിൽ കൂടെ കടന്നു പോകുന്ന സ്നാന സാദൃശ്യമാണ്. അത് മുക്കലാണോ നടുക്കലാണോ എന്ന് ബുദ്ധിയുള്ളവർ പറഞ്ഞിട്ടാണ്. എല്ലാവരും ഒരേ ആത്മീയാഹാരം കണ്ടോ. പഴയ ആഹാരമല്ല ദൈവമക്കളെ ഒന്ന് കേൾക്കേണ്ടതാണ്. എല്ലാവരും ഒരേ ആഹാരമാണ് കഴിച്ചത്. ഇന്ന് നമ്മളാണ് പല ആഹാരമല്ലേ കഴിച്ചത്. മക്കൾ ഒറ്റ ആഹാരമാണ് കഴിച്ചത്. സെയിം ബ്രെഡ്, സെയിം മന്ന കഴിച്ചു. എന്നിട്ട് കേട്ടോ, ആ ഒരേ എന്നുള്ളത് അങ്ങോട്ട് ആവർത്തിച്ച് വരുന്നത് കേട്ടോ. ഒരേ ആത്മീയാഹാരം കുടിച്ചു. അടുത്തത് യേശുക്രിസ്തുവിന്റെ നിദർശനമായിരുന്ന പാറയിൽ നിന്ന് ഹല്ലേലൂയ തന്റെ ഭക്തന്മാരെ പിറകിൽ നിന്ന് സഹായിക്കുന്നവനായ ക്രിസ്തുവാം പാറയുടെ സാദൃശ്യമായിരിക്കുന്ന ഈ പാറയിൽ നിന്നൊഴുകിയ നീരൊഴുക്കുകൾ അവർ കുടിച്ചു. അവിടെ മുതൽ കവല തുടങ്ങുക. എങ്കിൽ ഇത്രയും ശരിക്ക് വരികയാണെങ്കിൽ ഇവിടെ മുതൽ കൈവരിക, ഡീവിയേഷൻ. എങ്കിലും അടുത്തത്
ചായപ്പനസൽ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ അടിയൊന്ന് വരച്ചേക്കണം. മിക്കവരില്ല, മുകളിൽ എല്ലാവരുമാണ്. ഇവിടെ വന്നപ്പം മിക്കവരിലും ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറുകയാണ്. ഇറങ്ങിയപ്പോ എല്ലാരുമായിട്ടാണ് ഇറങ്ങിയത്. സംഭവങ്ങൾ വഴിയിൽ കൂട്ടിമുട്ടിയപ്പോൾ മിക്കവരുമായിട്ടൊക്കെ മാറി. ഇങ്ങനൊക്കെ ചെയ്യുന്നവരെ മരുഭൂമിയിൽ തള്ളിയിടും. അടുത്തത്, ഇത് പുതിയ നിയമസഭയ്ക്ക് ദൃഷ്ടാന്തമായിരിക്കേണ്ടത് സംഭവിച്ചു. അടുത്തത്, പ്രിയരേ, നമ്മുടെ ന്യായമായ ആഗ്രഹം ദുർമോഹമായി മാറാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചോണം. ലസ്റ്റായിട്ട് മാറാതിരിപ്പാൻ, ഹോളി പാഷൻസ്, ദിവ്യാഭിലാഷങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഹൃദയത്തിൽ ജഡാഭിലാഷം കേറ്റാതിരിപ്പാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോണം. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു. അതൊരു ദിവസത്തെ പ്രസംഗത്തിനുള്ള വക അതിനകത്തുണ്ട്. എന്താണ്? തിന്നാനും കുടിക്കാനും ഇരുന്നു, അത് കഴിഞ്ഞപ്പോ കളിക്കാൻ എഴുന്നേറ്റു. ആരാധനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ജനമേ, നിന്നെ കളിക്കാൻ വിളിച്ചതല്ല. നിന്റെയും ആരാധനയോ കമ്മിറ്റി മീറ്റിങ്ങോ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യമോ തിന്നാനും കുടിക്കാനും എഴുന്നേറ്റ് കളിക്കാൻ എഴുന്നേക്കുന്ന മാതിരിയുള്ളതാകരുത്. ഇത് ഭയഭക്തിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിരിക്കണം. അതിനപ്പുറമായിട്ട് ഇത് കളിവിരോധമായിട്ട് മാറിയാൽ 3000 മൃതശരീരങ്ങൾ മരുഭൂമിയിൽ വീണത് ഓർമ്മയിലിരിക്കട്ടെ. ദൈവത്തെ വിളിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവനെ നീ കുറെ കഴിയുമ്പോൾ പ്രതീകങ്ങളിലേക്ക് പോകരുത്, വിഗ്രഹത്തിലേക്ക് നിന്റെ മനസ്സ് മാറിപ്പോകരുത്. അടുത്തത്, ഈ ചിലര് പറയാറുണ്ട് എല്ലാരും കള്ളന്മാരാണ്. കേട്ടില്ലേ? എല്ലാരും കള്ളം. പരിശുദ്ധാത്മാവ് പറയുന്നത് അവരിൽ ചിലർ നമ്മൾ ചെയ്യണം. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ഇടിമിന്നലിനെ തടയാനൊന്നും നമ്മളെ ആക്കിയിട്ടില്ല. ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ നമ്മളെ ആക്കിയിട്ടില്ല. ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവരെ പോലെ ആകരുത്. അടുത്തത്, പൗലോസ് ഒരു പ്രത്യേകതയുണ്ട്. വളരെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിന് ഭാവപാരിവശ്യം അങ്ങോട്ട് കൂടി വരുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ സ്ഥലവും ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇനി എന്ത് പറയുന്നു എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അങ്ങോട്ട് പറഞ്ഞു വന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, എന്റെ പ്രിയരെ, ലോകാവസാനത്തിന്റെ വക്കത്ത് വന്നിരിക്കുന്ന ജനമേ, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന ജനമേ, ലോകാവസാനത്തിൽ വന്നെത്തിയിരിക്കുന്ന ജനമേ, നമുക്ക് ബുദ്ധിപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. എന്തിനാണ് കോരഹിന്റെ കഥയൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? വായിച്ച് രസിക്കാനല്ല, ബുദ്ധിപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഈ ചില ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചാലും അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാത്ത ചില ആളുകൾ. ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു റിലാക്സേഷൻ വേണ്ടി ഒരു കഥ പറയാം. ഈ പണ്ടൊരു മാസികയിൽ വായിച്ചതാണ്. ഒരു സൺഡേ സ്കൂൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു അധ്യാപിക തന്റെ കുട്ടികളെ ഒരു കഥ പഠിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിലെ ഒരു കഥ മറ്റൊന്നുമല്ല, പരീശനും ചുങ്കക്കാരനും കൂടെ പ്രാർത്ഥിക്കാൻ പോയ ഭാഗം ആ കഥ. കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുക, ഒരു ലേഡി ടീച്ചർ. എന്നിട്ട് ചുങ്കക്കാരൻ നെഞ്ചത്തടിച്ച് 2-3 വാക്ക് പറഞ്ഞപ്പോൾ നീതീകരണം പ്രാപിച്ചു പോയി. മറ്റവൻ ദശാംശം കൊടുത്തതും ഉപവസിച്ചതുമെല്ലാം കൂടി അവൻ വിവരിച്ചു. അവൻ നീതീകരണം പ്രാപിക്കാതെയും പോയി. ഇത് കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഈ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ, ഈ പരീക്ഷന് നീതീകരണം കിട്ടാതെ പോയതും മറ്റവനത് കിട്ടിയതും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമോ? കുട്ടികൾ പറഞ്ഞു, അറിയത്തില്ല ടീച്ചർ. ഉടനെ ടീച്ചർ പറഞ്ഞു, കുട്ടികളെ, അതിന്റെ കാരണം ഇവന് ഈ പരീക്ഷ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേ ആ പാവപ്പെട്ട അടുക്ക നിൽക്കുന്നവനെ ഒരു കുത്തി. ഇവനെ പോലല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇവന്റെ കാര്യം പറഞ്ഞപ്പോൾ
അടുക്കള നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ടവനെ ചൂണ്ടിക്കൊണ്ട് ഇവരെ പോലെ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നത്. അതാണ് അവന്റെ തെറ്റ് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ ഈ ടീച്ചർ പറഞ്ഞേക്കണം, കുഞ്ഞുങ്ങളെ, നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ ഈ പരീക്ഷനെ പോലെ അല്ലാത്തതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനേകം ആളുകൾ വേദപുസ്തകത്തിലെ വസ്തുതകൾ പഠിക്കുമ്പോൾ അത് തങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്നാ പറയുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഒരിക്കൽ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ സംഭവം ഒരാളിനോട് പറഞ്ഞതാണ്. അന്ന് പ്രസംഗിച്ച ആള് നന്നായിട്ട് പാപികളെ ഇങ്ങനെ തർജ്ജനം ചെയ്ത് ശക്തിയായിട്ട് പ്രസംഗിക്കുക. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നടുങ്ങി പോകത്തക്കവണ്ണമാണ് ഈ ദൈവത്തിന്റെ ദാസൻ പ്രസംഗിക്കുന്നത്. ഉടനെ ആ പന്തലിന്റെ ഒരു ഭാഗത്തിരിക്കുന്ന ഒരാൾ, അടുക്കരിക്കുന്ന ഒരാളിനെ പതുക്കെ ഇങ്ങനെ നിന്ന് തോണ്ടി വിളിച്ചു പറയുന്നു, തോമായി കിട്ടുന്ന കണക്കിന് കിട്ടുന്നുണ്ട്. അവിടെ ഇവർക്ക് വിരോധമുള്ള അവര് കിട്ടുന്നുണ്ടെന്ന്, ഇവര് കിട്ടുന്നില്ല. ഇന്ന് രാത്രി ദൈവം സംസാരിക്കുമ്പോൾ അത് എന്നോട്, അതെനിക്കും കൂടിയാണ്. എനിക്കും ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കുവാനുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ വെളിപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം ഇന്ന് രാത്രി നിങ്ങളോട് പറയാം. നിങ്ങൾ ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ ഇതിനകത്ത് പാപി മാനസാന്തരപ്പെടണമെന്ന് പറയുന്നു 100 വാക്കുകൾ. എന്നാൽ ഇതിന്റെ ഒടുവിലത്തെ പുസ്തകം പറയുന്നത് വിശുദ്ധൻ മാനസാന്തരപ്പെടണം. വായിച്ചിട്ടുണ്ട്. മക്കളൻ മാനസാന്തരപ്പെടണമെന്നാണ് അതിന്റെ ഒടുവിലത്തെ പുസ്തകം പറയുന്നത്. ആസിയയിലെ 7 സഭകളുമേ മാനസാന്തരപ്പെടണമെന്നാണ് വിശുദ്ധാത്മാവ് പറയുന്നത്. നീ നീതിമാനാണെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ പൊത്തുവരുത്തം കൊണ്ട് തൃപ്തി അടയാതെ ഇനിയും നീതിമാനായി തീരുവാൻ, നീ വിശുദ്ധനെന്ന് നിനക്ക് ഒരു ബോധ്യമുണ്ടെങ്കിൽ ഇനിയും വിശുദ്ധിയിൽ വളരുവാൻ, അങ്ങനെ നീതിമാനും പരിശുദ്ധനുമായിരിക്കുന്ന യേശുവിനോളം പൂർണ്ണത നേടുവാൻ ഈ പുസ്തകം അതേ നമുക്ക് ആഹ്വാനം നൽകും. കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. എന്താ ഈ കോരഹിന്റെ മത്സരം? വളരെ വിവരിക്കാൻ ഞാൻ ഉദ്യമിക്കുന്നില്ല. ഒരു സമയത്ത് മോശയുടെ നേതൃത്വത്തിന് കീഴ്പ്പെട്ട് പോയതായ ഇസ്രായേൽ മക്കൾ അവരുടെ ഇടയിൽ നിന്ന് കുറെ കഴിഞ്ഞപ്പോൾ ചില അപശബ്ദങ്ങളൊക്കെ പുറപ്പെട്ടു. ഇന്ന് രാത്രി സഹോദരിമാർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മോശക്കുഞ്ഞിനെ ഇളയ ആങ്ങളെ 100 ഉമ്മ വെക്കുകയും വളരെ സ്നേഹത്തോടെ കാത്തു സൂക്ഷിച്ച് വളർത്തുകയൊക്കെ ചെയ്ത മിറിയാമുണ്ടല്ലോ, വളരെ നല്ല സഹോദരിയാണ്. ഇങ്ങനെ ഒരു സഹോദരിയെ ഒത്തുകിട്ടാൻ പ്രയാസം. എന്നാൽ മരുഭൂമി യാത്രയിൽ കുറെ ദൂരം മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചിയുടെ അകത്തും പിശാച് കയറി നാത്തുമ്പോൾ കൊടുത്തു. വിശുള്ള വേദവസ്ഥം വായിച്ചു നോക്കി. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തെന്നും പറഞ്ഞു. നാത്തൂന് വലിയ യോഗ്യതയില്ലെന്നൊക്കെ പറഞ്ഞു. അഹരോനും അതിന്റെ കൂടെ ഒരു അല്പം പങ്കു ചേർന്നു. ഈ മോശയിൽ കൂടെ മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ, ഞങ്ങളിൽ കൂടെ സംസാരിക്കയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മോശയുടെ നേതൃത്വത്തിനെതിരായിട്ട് അതേ മോശയും അഹരോനും മിറിയാമും വരെയും സംസാരിച്ച ഘട്ടങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിനെല്ലാം തക്ക ശിക്ഷ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടത്തെ അലങ്കോലം വേറൊന്നാണ്. ഈ കോരകെന്ന് പറയുന്ന ആൾ നിങ്ങൾ ചെന്ന് ധരിച്ചിരിക്കുന്ന പോലെ പുറജാതിക്കാരനോ നിസ്സാരണമായ ആളല്ല. ഇസ്രായേലിൽ ദൈവത്തിന് ആരാധന കഴിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ ഗോത്രത്തിൽ, ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു ശ്രദ്ധനായ ഒരു മനുഷ്യനാണ് കോരഹ്. കുറഞ്ഞവനെന്ന് പറയും. കോരഹ് ദാദാൻ അബീറാം എന്ന് പറയുന്നത് വളരെ അതേ തലയെടുപ്പുള്ള 3 ഇസ്രായേൽക്കാർ. അവരൊരു സമയം വരെയും ദൈവകൃപയിൽ മുന്നേറി വന്നവരാണ്. ഈ ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ഒരൊറ്റ ദിവസത്തെ സാക്ഷി കൊണ്ടോ ഒരു ഉഗ്രൻ പ്രാർത്ഥന കൊണ്ടോ ഒരു പാട്ട് കൊണ്ടോ ഒരു കാത്തിരിപ്പ് കൊണ്ടോ ഒന്നും ക്രിസ്തീയ ജീവിതത്തെ അളക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള എത്ര വീരന്മാരും വഴിത്തലക്കൽ എല്ലും മുഴുവായിട്ട് കിടക്കുന്നു.
പണ്ടൊക്കെ ചിലർ പാട്ട് പാടിയ ആളുകൾ ഇതിനിടെ തന്നെ ഇരിപ്പുണ്ട്. അവർ പാടിയ പാട്ട് ഞാൻ കേൾപ്പിക്കാം, എനിക്ക് ഓർമ്മയുണ്ട്. എവിടെ പോയി ഞാൻ അവനെ ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സ് നൽകണേ. ആളിപ്പോ എവിടെയാന്ന് നിങ്ങളുടെ കൂടെ അന്വേഷിച്ചു നോക്കും. ഹല്ലേലൂയ. നിന്റെ ഉൾച്ചൂടിൽ നിന്ന് നീ പാടിയതല്ലേ. ഇറ്റ് വാസ് നോട്ട് ഹോളി സ്പിരിറ്റ്, ഇറ്റ് വാസ് പ്ലാറ്റ്ഫോം സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. അനേകം ആളുകൾ ഇതുപോലെ ഹോളി സ്പിരിറ്റിന് പകരം വേറെ വല്ല സ്പിരിറ്റും ഒക്കെ എടുത്ത് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിലനിൽപ്പ് കൊണ്ടാണ് തിരിച്ചറിയേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എറിഞ്ഞു വിട്ടതെങ്കിൽ അത് കുറിക്ക് കൊള്ളുക തന്നെ ചെയ്യും. അല്ലാതെ ലക്ഷ്യത്തിൽ ചെല്ലുന്നതിന് മുമ്പ് യാത്ര അവസാനിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. ദാവീദ് എറിഞ്ഞു വിട്ട കല്ലാണെങ്കിൽ അത് ഗോലിയാത്തിന്റെ നെറ്റിക്ക് യാത്ര അവസാനിപ്പിക്കും. ക്ഷീണിക്കയില്ല, തളരുകയില്ല. യഹോവയെ കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർ മേൽക്കുമേലാണ്, അവർ കിടക്കാൻ ജാതി പോകുന്നവരല്ല. കുറച്ചു കാലം വരെയൊക്കെ പിടിച്ചു നിന്നേച്ച് വലിയ വീരപ്രവൃത്തികളൊക്കെ ചെയ്തേച്ച് പിന്നെ ക്ഷീണിച്ചു പോകുന്ന ഒരു അനുഭവം പലരിലും കാണുവാൻ സാധിക്കും. ഇങ്ങനെ വരാൻ പാടില്ല. ഈ സക്കറിയാവിന്റെ അടുക്കലും മറിയാമിന്റെ അടുക്കലും ദൂത് അറിയിക്കാനായിട്ട് ചെന്ന ഗബ്രിയേലിനെ അവിടെ സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ പാടും. മറിയ തന്നെ ചോദിച്ചു, നീ ഇങ്ങനെ കയറി വന്നു വല്ലാത്ത കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോയാൽ ഔക്കാങ്ങി ബിലീവ്, ഞാൻ എങ്ങനെയാ നിന്നെ വിശ്വസിക്കുന്നത്, നീ അഡ്രസ് ഉള്ളവനാ എന്ന് ചോദിച്ചപ്പോൾ ഈ ഗബ്രിയേൽ പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ആ നിൽക്കുന്നതിന്റെ അടിയിലൊന്ന് വലിച്ചേക്കണം. അതേസമയം ലൂസിഫർ അതിലെങ്ങാനും വരികയാണെങ്കിൽ ലൂസിഫറിനോട് ചോദിക്കണം, തന്റെ സാക്ഷി ഒന്ന് കേട്ടിട്ട് പോകും. ലൂസിഫർ, ഞാൻ കുറച്ചാൾ നിന്നതാ, ഞാനും മറയ്ക്കുന്ന കെരൂബായിരുന്നു, ഞാനും ദൈവത്തിന്റെ സിംഹാസനത്തോട് ചേർന്ന് നിന്ന് വെഞ്ചാപരവശന വീശല. ഇപ്പൊ എന്നാ പണി? ഇപ്പൊ ദൈവത്തിന് വരകം വെക്കാൻ നടക്കും. ഒരിക്കൽ ദൈവത്തിന് വേണ്ടി നിന്ന ശേഷം ദൈവത്തിന്റെ ശത്രുവാ, കർത്താവിന്റെ വഴിമറിക്കുന്നവനാ, നിന്നെ കാണാനിടവരരുത്, അവസാനത്തോളം നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ. കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും. നമുക്ക് ഈ ഭാഗം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സംഖ്യാപുസ്തകത്തിന്റെ ഭാഗങ്ങളും മറ്റു ചില വേദഭാഗങ്ങളും കൂടി ഒത്തു പഠിക്കാൻ ഞാനൊരു ചെറിയ ഹോംവർക്ക് നിങ്ങൾക്ക് ഇടുകയാണ്. ഈ കോരഹിന്റെ മത്സരം അങ്ങ് വളർന്നിട്ട് അത് സഭയിൽ ഒരു വലിയ ഡിവിഷൻ ഉണ്ടാക്കി. ചെറിയ തോതിലൊന്നും ഇത് അവസാനിച്ചില്ല. കോരഹ്, ദാദാൻ, അബീറാം തുടങ്ങിയവരൊക്കെയും നല്ല ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. അവര് പറഞ്ഞാലും 10 പേര് ഇറങ്ങാൻ ഉണ്ട്. അവര് കോരഹ്, ദാദാൻ, അബീറാം, ഓർ അവരെയൊക്കെ വേദോസം പറയുന്ന സംഘ സദസ്യന്മാർ, തിക്കന്മാർ. അവരുടെ വാചാലത കൊണ്ട് അവർ അനേകരെ വളച്ചു കൂട്ടി. അവരിങ്ങനെ പറഞ്ഞു കാണും, നമ്മുടെ നേതാവായ മോശയ്ക്കാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അരമണിക്കൂർ നിൽക്കണം. എന്നാ പിന്നെ ദൈവത്തിന് ഞങ്ങളെ വല്ലവരും അങ്ങോട്ട് ആക്കരുത്. ഒറ്റ നല്ല വാക്സാമർത്ഥ്യത്തോടുകൂടി ഞങ്ങൾ കൊണ്ട് അവതരിപ്പിക്കും. അത് ദൈവം തമ്മിലാ പറയുന്നത് എന്നാണെന്നറിയോ? എടാ, എനിക്ക് നിന്റെയൊക്കെ ഞാൻ നാക്ക് നോക്കുന്നവനല്ല, ഞാൻ ഹൃദയം നോക്കുന്നവൻ. നിങ്ങൾക്കൊക്കെ വാചാലത ഉണ്ടെങ്കിലും എന്റെ ദാസനായ മോശയുടെ മിക്ക എനിക്ക് അതിനേക്കാളും ഇഷ്ടം. അതല്ല, ഞാൻ മോശയുടെ ഹൃദയമാണ് നോക്കുന്നതെന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തിന് ദൈവം പുറമേ ഉള്ളത് നോക്കുന്നവനല്ല, മനുഷ്യനാണ് പുറമേ ഉള്ളത് നോക്കുന്നത്. ഹല്ലേലൂയ. ഒടുവിലെ മോശെ ആത്മീയ നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്ന ചുരുക്കം, കോരഹിന്റെ മത്സരത്തിന്റെ രത്ന ചുരുക്കം, മോശ ഇപ്പൊ ഒത്തിരി നാളായില്ലേ, ഇന്ന് റിട്ടയർഡ് ആകരുതോ, ഇന്ന് മാറട്ടെ, ഞങ്ങളൊക്കെ ന്യൂ ഹാൻഡ് ആയിട്ട് അങ്ങോട്ടൊന്ന് കയറട്ടെ, ഞങ്ങളുടെ പുതിയ ഭരണം കൊണ്ട് എന്ത് വരുമെന്ന് കാണട്ടെ, ബെരിസ്ട്രോയിക്കാം, ഗ്ലാസ്നെസ് ഒക്കെ അങ്ങോട്ട് ദൈവസഭയ്ക്കകത്തോട്ട് അങ്ങോട്ട് പ്രയോഗിക്കാനായിട്ട് അതെ കോരഹും മറ്റും അങ്ങോട്ട് മുന്നോട്ടിരിക്കുകയാണ്. തർക്കം അങ്ങോട്ട് മൂത്തു. നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ പറയുമ്പോൾ 2 ദിവസമൊക്കെ പറയുന്നുള്ളൂ. ഇന്നത്തെ മോശമാര് വല്ലവരും ആണെങ്കിൽ പുള്ളിയും ഇറങ്ങി വലിയ വോട്ടിംഗ് ഒക്കെ നടത്തി. ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ നിൽക്കുക, എനിക്ക് ഇത്ര വർഷത്തെ സർവീസ് ഉണ്ട്, എന്നെ വിടാതിരിക്കാൻ നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. മോശ അടിപ്പറണ്ട, മോശ വ്യത്യസ്തന. മോശയ്ക്ക് ഇങ്ങനെയുള്ള രംഗങ്ങൾ വരുമ്പോ മോശ സൈലന്റ്. വേദപുസ്തകം പരിശോധിക്കാൻ തയ്യാറുള്ളവർ പരിശോധിക്കും.
നോക്കൂ. തന്നെ സംബന്ധിക്കുന്ന ഇതുപോലുള്ള വാദങ്ങൾ വരുമ്പോൾ മോശ നിശബ്ദനാണ്. അന്നേരം മോശ എന്ന് ദൈവത്തിന്റെ സന്നിധി പറയുന്നതാണ്. എനിക്ക് വലിയ രസം അത് വായിക്കുമ്പോൾ. ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ മോശ തയ്യാറെടുത്തിരിക്കുക. ദൈവത്തിന് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നെ വിളിച്ചപ്പോഴേ ഞാൻ നല്ല ബുദ്ധി പറഞ്ഞത്. കേട്ടോ, അതേ മിടുക്കന്മാരെ എഴുന്നേറ്റിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഒന്നും വർണ്ണിപ്പിക്കാൻ തന്നെ പ്രയാസം. ഇത് കേട്ടപ്പോൾ ദൈവം എന്ത് പറഞ്ഞെന്ന് കേൾക്കണോ? നീ മിണ്ടായിരിക്കും, ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ ഫ്രീ ട്രാൻസ്ലേഷൻ പറയാം. നീ ഒന്നും വിഷമിക്കണ്ട, ഞാൻ തെളിയിക്കാം. ആരാണ് ജനത്തെ നടത്തേണ്ടതെന്ന് ഞാൻ പ്രൂവ് ചെയ്യാം. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ദൈവങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതുപോലെ സങ്കടകരമായ ഒരു രംഗം ഉണ്ടായ സമയത്ത് സീനായ് മലയുടെ അടിവാരത്ത് ഇതുപോലുള്ള ഘട്ടങ്ങൾ ജീവിതത്തിൽ ആവർത്തിച്ചു വരും. ദൈവങ്ങൾ ഓർക്കണം, വിഷമസന്ധികൾ വരും. ഭക്തന്മാരാണെന്ന് പറഞ്ഞ് ഒന്നിച്ചു നിൽക്കുന്ന ആളുകൾ ചില പ്രത്യേക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ചേരിതിരിയാൻ സാധ്യത വരുമ്പോൾ, അങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ ഒരു മൂന്നാം ചേരിയും അവിടെ ഉണ്ടാകും. ആ മൂന്നാം ചേരിയിൽ ഒരു ദൈവപുരുഷനായ അതേ യോശുവ വഴിക്ക് പോയിരിക്കുക. ആരെങ്കിലും ചോദിക്കാം, ചെറുപ്പക്കാരൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങടെ യജമാനൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. നേരെ നോക്കിയിരിക്കുക. നേരെ വന്നിട്ട് ഒരു തീരുമാനത്തിലെത്താൻ ഉദ്ദേശിക്കുക. ദൈവപുരുഷനായ മോശ ഇറങ്ങി വന്നു. മോശ പറഞ്ഞ വാക്കുകൾ കേൾക്കണമോ നിങ്ങൾക്ക്? വേറെ ഒന്നും പറഞ്ഞില്ല, ആരുടെയും പേരെടുത്തും പറഞ്ഞില്ല. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാത്രം മാറി നിൽക്കട്ടെ. ഈ വാസ്തവം പറഞ്ഞാൽ നമ്മൾ ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത്? അപ്പോൾ തന്നെ പൗലോസിനെ പോലും കുഴച്ച് ഒരു പ്രശ്നമായിരുന്നു. ക്ലോവയുടെ ആളുകൾ വന്ന് കോരിന്ത്യ സഭയിലെ റിപ്പോർട്ട് പറഞ്ഞു കൂട്ടത്തിൽ എന്താന്നറിയോ? പല പക്ഷക്കാർ, കേപ്പാവിന്റെ പക്ഷക്കാർ. ഇവർക്കെല്ലാം ന്യായമുണ്ട്. അതായത് രസം. ഈ കേപ്പാവിന്റെ പക്ഷക്കാരൻ പറയുന്നത് പലപ്പോഴും ശിമോനെ കർത്താവ് വിളിച്ചിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, പെന്തിക്കോസ് ആൾ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചതും പത്രോസാണ്. ഇതൊക്കെ കൊണ്ടാ കേപ്പാവിന്റെ പക്ഷം. അപ്പല്ലോസിന്റെ പക്ഷം എന്ന് പറയാൻ കാരണം, അപ്പല്ലോസ് 1-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ വ്യാഖ്യാനിയും ഒരു വലിയ പ്രഭാഷകനുമായി. അപ്പല്ലോസിനെ പോലെ ആർക്ക് പ്രസംഗിക്കാൻ അറിയാമെന്നൊക്കെ അപ്പല്ലോസിന്റെ പക്ഷക്കാരി പോയി. ഇനിയും വേറെ ഒരു കൂട്ടർ പൗലോസിന്റെ പക്ഷക്കാർ. ഇതും പൗലോസിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ പൗലോസുമാര് വല്ലതും ആണെങ്കിൽ എന്റെ പക്ഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വല്ലവരും? അതിനകത്ത് അല്പം കാര്യമില്ലാതില്ല. പൗലോസിന് അത് കിട്ടും. എന്റെ പക്ഷം എന്തിനോ പൗലോസിന്റെ പക്ഷവും പറയാം. ദൈവവചനം പറയുന്നത് ദൈവപക്ഷക്കാർ, കർത്താവിന്റെ പക്ഷക്കാരെ. ഒരിക്കൽ എരിഹോ സമഭൂമിയിൽ യോശുവ ഒരു കാഴ്ച കണ്ടു. ഒരു വാളുമൂരി ഒരു ദൂതൻ നിൽക്കുന്ന കാഴ്ച കണ്ടു. യോശുവ ചോദിച്ചു, നീ ആരുടെ പക്ഷക്കാരൻ? ശത്രുപക്ഷക്കാരനാണോ ഞങ്ങളുടെ പക്ഷക്കാരനാണെന്ന് ചോദിച്ചു. ദൂതൻ പറഞ്ഞു, ഞാൻ യഹോവയുടെ പക്ഷക്കാരനാണ്. നമുക്ക് ഈ നാടുകളിൽ ദൈവപക്ഷത്ത് നിൽക്കുന്നവരെയാണ് ആവശ്യം. അങ്ങനെ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതവിടെ നിൽക്കട്ടെ. ഇവിടെ 2 പക്ഷം തിരിയാൻ പോവുകയാണ്. ദൈവ നിയോഗപ്രകാരം മോശ വിളിച്ചു പറഞ്ഞു, അത് ഈ പ്രത്യേകമായ വിഷമസന്ധിയിൽ ജനം 2 ചേരിയായിട്ട് തിരിയുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നു. എന്നോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുള്ളവരാ ഇങ്ങോട്ട് വരട്ടെ, കോരകിനോട് ചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അങ്ങോട്ട് പോകട്ടെ എന്ന് മോശ ഒരു നിർദ്ദേശം കൊടുത്തു. ദൈവങ്ങളെ ശ്രദ്ധിക്കണം, നിമിഷങ്ങൾക്കുള്ളിൽ ചേരി 2ആയിട്ട് തിരിയുകയാണ്. പടപടാ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ശബ്ദം കേൾക്കാം. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ 2 ലൈനായിട്ട് ആളുകൾ മാറുകയാണ്. ആ കൂട്ടത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സങ്കല്പത്തിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. ചേരി എല്ലാം തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കോരകൻ തന്റെ ഭാര്യയും സ്വന്തക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടുക്ക ചേർന്ന് നിൽക്കുകയാണ്. കോരകൻ തന്റെ ഭാര്യയോട് ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് ഞാനിങ്ങനെ സങ്കല്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്നില്ലല്ലോ, ഇത് നമ്മുടെ പിള്ളേർ മിടുക്കന്മാർ പിള്ളേരാണ്. കൃത്യ എണ്ണം കിട്ടിയിട്ടില്ലെങ്കിലും 2 കൂടുതൽ അതുകൊണ്ടല്ലേ ഓരോ പുത്രന്മാരുകളാണ്. പിന്നെ ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പുരുഷന്മാരെക്കാൾ കണ്ടുപിടിക്കാൻ സ്ത്രീകൾക്ക് അസാമർത്ഥ്യമാണ്. എവിടെയെങ്കിലും ആൾക്കൂട്ടത്തിൽ നായകൾ കണ്ടുപിടിക്കാൻ
പുരുഷന്മാർ ഫെയിലാകുകയാണെങ്കിലും സ്ത്രീകൾക്ക് അതിന് പ്രത്യേക പാർട്ടി ഉണ്ടെന്നാണ് കണ്ടേ നിൽക്കുന്നു എന്ന് പറയാം. കോളേജിന്റെ ഭാര്യ പറഞ്ഞു കേൾക്കണം. മൈ ഇമാജിനേഷൻ. നമ്മൾ കണ്ടില്ലേ നമ്മുടെ പിള്ളേരെ? ഇല്ല. അതേ മോശയുടെ ഇടത്ത് മലത്ത് നിൽക്കുന്നു. നമ്മുടെ പിള്ളേര് മോശയുടെ ഇടത്ത് മലത്ത് നിൽക്കുന്നു. എന്റെ ദൈവമേ, എങ്ങനെ സഹിക്കും? ഇതിൽ കൂടുതൽ ഈ ഒരു കഷ്ടത വരാനുണ്ടോ? മോശ അവൻ കോരക നെഞ്ചത്ത് ഒന്ന് അടിച്ചു. അത് കഴിഞ്ഞിട്ട് കോരകന്റെ പിള്ളേരെ വിളിക്കുന്നതായിട്ട് ഞാനിങ്ങനെ കാണുകയാണ്. മക്കളെ, നിങ്ങൾ അവിടെ നിൽക്കേണ്ടത്, ഇവിടെ നിൽക്കേണ്ടത്. പിള്ളേർ ചോദിക്കുന്ന എന്താ? പിന്നെ കോരകത്തിന്റെ ന്യായം പറയാൻ പോവുകയാണ്. ഈ മോശ സീനായി വലയെന്ന് പ്രമാണം വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളെ വായിച്ചു കേൾപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നിനക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ ഈ മോശ വായിച്ചു കേൾപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾ ഒറ്റ ദിവസം കേട്ടവരാണ് നിങ്ങൾ ഈ പണി കാണിക്കുക. നിങ്ങൾ ഇവിടെ വന്ന് എന്റെ കൂടെ നിൽക്കും. ദീർഘായുസ് വേണം. ഇങ്ങനെയുള്ള വാദങ്ങൾ വരുമ്പോൾ ചില പിള്ളേരുടെ മുട്ട് നിറച്ചു. നിനക്ക് ദീർഘായുസ് വേണമെങ്കിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ 10 ദിവസം വരെ ഇരിക്കണമെന്നല്ലേ എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ മുട്ടാടുന്നവരല്ല. അവരിങ്ങനെ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പച്ചനോട് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചോട്ടെ. 10 കൽപ്പന വായിച്ചു കേൾപ്പിച്ച ദിവസം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പച്ചനെ മറന്നുപോയെന്നാ തോന്നുന്നേ. അപ്പച്ചൻ 1-ാം കൽപ്പന വായിച്ചപ്പോ ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ? അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. അപ്പൊ 1-ാം കൽപ്പന ദൈവഭക്തിയാണ്. ദൈവഭക്തിക്കാ മുൻഗണന കൊടുക്കേണ്ടത്. മാതാപിതാക്കന്മാരോടുള്ള ഭക്തിയും ഗുരുക്കന്മാരോടുള്ള ഭക്തിയും ഒക്കെ പിന്നാണ്. 1-ാം ഭക്തി ദൈവഭക്തിയാണ്. അപ്പച്ചന് ദൈവഭക്തിയില്ല. അപ്പച്ചന് ഇപ്പൊ പിതൃഭക്തിയുടെ അടി വരയിടാൻ പറയുക. ഇന്ന് രാത്രി കാലം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇങ്ങനെ 1-ാം കാര്യവും 2-ാം കാര്യവും തമ്മിൽ അത് വകതിരിക്കാൻ ബുദ്ധിമുട്ടുന്നതായ ഘട്ടങ്ങൾ ജീവിതത്തിൽ വരുമ്പോ, ഏതെങ്കിലും ഒന്നിന്റെ പക്ഷം ചേരുവാൻ ആവശ്യമായി വരുമ്പോ നിങ്ങൾ 1-ാം കാര്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം. അതാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നത്. ദൈവഭക്തിക്കെതിരായിട്ട് മാതൃഭക്തിയോ, ദൈവഭക്തിക്കെതിരായിട്ട് പിതൃഭക്തിയോ, ദൈവഭക്തിക്കെതിരായിട്ട് ഗുരുഭക്തിയോ, ദൈവഭക്തിക്കെതിരായിട്ട് ദേശഭക്തിയോ എന്തെങ്കിലും വരുമ്പോ ഞാൻ ചെയ്യാറുള്ളത് മറ്റേ ഭക്തിയെല്ലാം എടുത്ത് കടലിൽ കളഞ്ഞേച്ച് 1-ാം ഭക്തിയായ ദൈവഭക്തിക്ക് വേണ്ടി എന്റെ പക്ഷത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും അതാ അങ്ങനെ സഭയെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുവാൻ തന്നെയാണ്. അല്ല അവർ വരും പറയുന്നത് കേട്ട് അവസാനിപ്പിക്കുന്നവന്നെ. നിന്റെ ജീവിത പേര് നടക്കുമ്പോ നീ ദൈവഭാഗത്ത് നിൽക്കുന്നവനായിരിക്കണം. നീ ദൈവത്തിന് വേണ്ടി തൊട്ട് അവസാനിപ്പിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവര്, എന്ത് സംഭവിച്ചു? എത്ര പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വരുന്നില്ല. ഭീഷണി വാക്കുകൾ കേട്ടിട്ടും അവര് ചലിക്കുന്നില്ല. ഒടുവില് മൈ ഇമാജിനേഷൻ ഏറ്റവും ഒടുവിൽ ഈ കോര ഇങ്ങനെ പറഞ്ഞാണ്. ഈ അനേകം ആളുകളുടെ അവസാനത്തെ ആയുധം പിരാക്ക് വലയൊക്കെയാണ് അല്ലേ? കോര പറഞ്ഞാണ് എനക്കൊന്നും പിടിക്കേ. കോരങ്ങനെ പറഞ്ഞാണ് നീയൊക്കെ നിൽക്കുന്നതിന്റെ കീഴിൽ മണ്ണ് മാറിക്കും. ശപിക്കാവുന്നതിലേക്ക് ഭയങ്കര ശാപമാണ്. കാലിന്റെ കീഴിൽ ഭൂമി മാറിക്കോട്ടെ എന്ന് പറയും. നീയൊക്കെ അപ്പനും അമ്മയും പറയുന്നത് കേട്ട് ഒരാൾക്ക സ്ഥിതിക്ക് നിന്റെ കാലിന്റെ കീഴിൽ ഭൂമി മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞു കാണും. അപ്പൊ കോരയുടെ പിള്ളേർ പറഞ്ഞാണ് ഇച്ചിരി കഴിഞ്ഞോട്ടെ, നമുക്കൊന്ന് കാണാൻ പറ്റാ. ഞങ്ങളെ ഭൂമി സൃഷ്ടിച്ച ദൈവത്തിന്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്റെ കൂടെയാണ്, അവന്റെ പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കീഴിൽ നിന്ന് ഭൂമി മാറിപ്പോകയില്ല. ഓ, ഞങ്ങളുടെ കീഴിൽ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങളെ താങ്ങുന്നുണ്ട്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയ ദൈവമക്കളെ, ഞങ്ങളൊക്കെ 10-24 കിലോവാനും വർഷം കഴിഞ്ഞ് സത്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് അല്പസ്വല്പം പിരാക്ക് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങളൊന്ന് എന്ത് നോക്കി, ഒന്നുകൂട്ടി വെക്കാനും മാത്രമുള്ള ശാപങ്ങളും പിരാക്കുകളും കൂടോത്രങ്ങളും ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിലും മൈക്കിന്റെ മുമ്പിൽ ഇരിക്കുന്നു.
എന്താ വിവരമെന്ന് ദൈവത്തോടൊന്ന് ചോദിച്ചേ. Praise the Lord. ആരോഗ്യത്തിന്റെ കൂടുതലല്ല, Praise the Lord. വേറെ ഒന്നുമല്ല, ദൈവം എറിഞ്ഞു വിട്ടതാണ്. Praise the Lord. അതെനിക്ക് നല്ല ധൈര്യമുള്ള ഒരു കാര്യമുണ്ട്. ദൈവം തമ്പുരാൻ ഒരുത്തന് സപ്പോർട്ടാണെങ്കിൽ അണ്ടകടാഹങ്ങൾ മുഴുവൻ അവന്റെ നേരെ ഗർജിച്ചാലും അവൻ ചലിക്കയില്ല. Praise the Lord. അതും അവിടെ നിൽക്കട്ടെ. അവസാനം കോരഹ് വിരാജി കുറെ കഴിഞ്ഞപ്പോ ഒരു ചെറിയ പൂതിയെടുക്കം പോലെ ഒരു ചെറിയ ശബ്ദവും ഒരു ബഹളവും ഒക്കെ അവിടെ കേട്ടു. Praise the Lord. Praise the Lord. എന്താന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അവിടെ എവിടെയെല്ലാം ആളുകൾ പരിക്രമിക്കുകയും പതറുകയും മാറുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോ ആരാണ്ട് പറയുന്നു, അയ്യോ ഭൂമി വിണ്ടു വരുന്നു, പാമ്പ് കയറി വരുന്ന പോലെ ഭൂമി ആദ്യത്തെ കീഴ് മാറി പോകുന്നു, വിള്ളത് വലുതായി വരുന്നു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ പ്രസംഗ ഭാഗം എടുത്ത് വായിച്ചോണം. ഭൂമി വായ് പിളർന്ന് അവരെ വിഴുങ്ങി കൂടാരത്തിന് ചുറ്റുമുള്ള ആളുകൾ അവരുടെ നിലവിളി കേട്ടു. ഇത്രയും നേരം വെല്ലുവിളിയായി. ദൈവം തമ്പുരാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നിലവിളിയായി. ഇത്രയുള്ളൂ നിന്റെ ആംഗ്യം. ദൈവത്തിനെതിരായിട്ട് വെല്ലുവിളിക്കുന്ന ജീവിതമേ നിലവിളിയുണ്ട്. ആരും വിടുവിക്കയില്ല, ആരും സഹായിക്കയില്ല. കാരണം ഭൂമി ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് വായ് പിളർന്നതാ. ഈ ഭൂമിയോടുള്ള അനുസരണം പോലും കോരകില്ല. ദൈവം തമ്പുരാൻ നല്ല സൃഷ്ടിയായ ഭൂമിയോട് പറഞ്ഞു, ഭൂമിയെ ഈ അഹങ്കാരിയുടെ കാലിന് കീഴെന്ന് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഭൂമി അനുസരിച്ചു. ഈ യോനായുടെ പുസ്തകത്തിന്റെ ഗുണപാഠം ഞാൻ പലപ്പോഴും ഗ്രഹിച്ചിട്ടുണ്ട്. വേറെ പുസ്തകത്തില് 6 പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണല്ലോ അത് യോന. എല്ലാവർക്കും അറിയാം. എന്നോട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഈ യോനായുടെ പുസ്തകത്തിന് എന്നാ ഗുണപാഠം? ധാരാളം ഗുണപാഠങ്ങളുണ്ട്. അതിലൊരു ഗുണപാഠം ഞാൻ പറയാം. എല്ലാം ഞാൻ ശ്രദ്ധിച്ചാൽ പ്രാർത്ഥന. ഈ യോനായുടെ പുസ്തകത്തിലെ കഥാപുരുഷനായ യോന പലപ്പോഴും ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചു. എന്നാൽ ഒരു കൊച്ചു പുഴുവിനോട് ദൈവം തമ്പുരാൻ ഒരു ദിവസം പറഞ്ഞു, പിന്നെ ആവണക്കിന്റെ ചോട്ടി കുത്താൻ. അത് പ്രോഗ്രാം ഒന്നും മാറ്റി വെച്ചില്ല, നാളെ ആട്ടൊന്നും പറഞ്ഞില്ല, അന്നേരം ചെന്ന് കുത്തി. ഈ കൊച്ചു പുഴുവിന്റെ അത്ര അനുസരണം പോലും യോനായി. ഈ ഭൂമിയിലെ ഊമ ജന്തുക്കള്, സബ്ഹ്യൂമൻ ബീങ്സ്, ഈ മെറ്റീരിയൽ വേൾഡ്, ഈ പദാർത്ഥ ലോകം, ഇതെല്ലാം ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നു. വിശേഷ ബുദ്ധി ഉണ്ടെന്ന് ഭാവിക്കുന്ന അതേ അഖില ഗോളങ്ങളെക്കാൾ ഉന്നതനാണെന്ന് നീ വിളക്കുന്ന മനുഷ്യ, നീ മാത്രം ദൈവത്തിന് വിപരീതമായി പറയും. ഭൂമി വായ് പിളർന്ന് കോരഹിനെയും അബീറാമിനെയും ദാദാനെയും ഓനിനെയും എല്ലാം വിഴുങ്ങി. അവരുടെ നിലവിളി കേട്ടു. ഭൂമി വായടച്ചു. കേൾക്കണോ? ഇത്രയും സംഭവിച്ച ഉടനെ ലീഡേഴ്സിനെ എല്ലാം ഭൂമി വായു പിളർന്ന് വിഴുങ്ങി കഴിഞ്ഞ ഉടനെ ഇവരുടെ ഫോളോവേഴ്സായിട്ട് 100-300 പേരുണ്ടായിരുന്നു. അവറ്റുങ്ങൾ രക്ഷപ്പെടാനായിട്ട് ഒരൊറ്റ ഓട്ടം ഓടി. ഒളിമ്പിക് റേസിൽ പോയി ഇത്രയും സ്പീഡിലായിരുന്നു ഓടി. എന്നാ വ്യവസ്ഥ എഴുതിയിരിക്കുന്നത്, തീ അവരെ പിന്തുടർന്ന് ദഹിപ്പിച്ചു. അതും ഭയപ്പെടേണ്ടതാണ്. പഞ്ചഭൂതങ്ങളെല്ലാം ദൈവത്തിന്റെ വാക്കിന് ചെടിയായിരിക്കുന്നു. മണ്ണിനോട് ഭൂമിയോട് ദൈവം പറഞ്ഞവരെ വിഴുങ്ങുവാൻ ഭൂമി അനുസരിച്ചു. അഗ്നിയോട് പറഞ്ഞവരെ എത്തിപ്പിടിച്ച് ദഹിപ്പിക്കുവാൻ തീ പുറപ്പെട്ട് 250 പേരെ ദഹിപ്പിച്ചു. പാളയം മുഴുവൻ നടുങ്ങി. അവരത് അടയാളമായി തീർന്നു. എന്റെ ചോദ്യം, ആര് എന്തിനടയാളമായി തീർന്നു? ദൈവത്തിന് വിപരീതമായി ചിന്തിക്കുകയും ദൈവത്തോട് മത്സരിക്കുകയും ദൈവമാക്കി വെച്ച തന്റെ വിശുദ്ധന്മാർക്കെതിരായിട്ട് ഗൂഢതന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താക്കീത്, അവർക്ക് നല്ലോരും അതേ ഒരു ജ്ഞാപക സ്തംഭം. ഹല്ലേലൂയ! അവരുടെ അടയാളമായി തീർന്നു. ആ കൂട്ടർ മരിച്ചു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. നിങ്ങൾക്കൊരു ചോദ്യം, എന്തുകൊണ്ട് കോരഹ് മരിച്ചു? ദൈവത്തോട് മത്സരിച്ചത് കൊണ്ട്. എന്തുകൊണ്ട് കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല? കോരഹിന്റെ മത്സരത്തിൽ ചേരാതിരുന്നത് കൊണ്ട്. നമുക്ക് ഭൂമി അടയ്ക്കാനും തുറക്കാനും ഒന്നും കഴിവൊന്നുമില്ല. നമ്മളെ കൊണ്ട് ആകപ്പാടെ കഴിയുന്നത് അനുസരിച്ച് ചേരാതിരിക്കുന്നു. നിലപാട് സൂക്ഷിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ! അനുഗ്രഹത്തിൻ അധിപതിയേ
അല്പനിമിഷങ്ങളിലൂടെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ചിന്തിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ സേവിക്കാം. ഈ കോരഹ് മത്സരിയായിട്ടും നശിച്ചതായ സ്ഥാനത്ത് ഒരുത്തന്റെ ചരിത്രം അവസാനിച്ചപ്പോൾ വേറെ ചിലരുടെ ചരിത്രം ആരംഭിക്കുക. ചിലർ ഭൂമിയുടെ വിള്ളലിൽ മറന്നപ്പോൾ ചില ആളുകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടി അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ കോരപുത്രന്മാരുടെ ചരിത്രം. ഈ കോരപുത്രന്മാര് പാട്ട് പാടിയെന്ന് പറയുമ്പോൾ കൃത്യം 2-3 പേര് പാടിയതാണെന്ന് എനിക്കും സംശയമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമിയിൽ ധീരതയോടുകൂടി ദൈവത്തിന് വേണ്ടി നാട്ടിലോടുകൂടി നിന്ന 2-3 വീരന്മാരായ കോരപുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പരമ്പരകളും ദൈവഭക്തിയിൽ തങ്ങളുടെ പിതാവ് കാണിച്ച ആ വഴിത്താരയിൽ കൂടി അവരും കോരപുത്രന്മാരെന്നുള്ള പേരിൽ അവർ നിലനിന്ന് ദൈവത്തെ മഹത്വപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എനിക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു കാര്യം വെക്കാൻ എന്താണെന്നറിയോ? ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ആ അനേകരും പറയുന്ന ഒരു കാര്യമാണ് അപ്പം നിന്നെടുത്ത് അപ്പനെ അമ്മയും അടക്കാൻ തന്നെ അടക്കണം. ഇവിടെ എല്ലാം എനിക്ക് അഭിപ്രായ വ്യത്യാസം. അപ്പനും അമ്മയും നിന്ന വിശ്വാസത്തിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് യുക്തിചിന്ത ഒന്നുമില്ല, തത്വദീക്ഷ ഒന്നുമില്ല, വെറും അന്ധമായ പാരമ്പര്യം മാത്രം മതി അവർ നിന്നിടത്ത് നിൽക്കണം. ആ മൂഢഭാഗത്തിന് കണ്ടകോടാലിയാണ് കോരപുത്രന്മാരുടെ ചരിത്രം. മാതാപിതാക്കന്മാര് പിടിച്ച വിശ്വാസത്തിന്റെ പക്ഷത്ത് അത് തെറ്റായാലും ശരിയായാലും നിൽക്കുവാൻ മക്കൾ ബാധ്യസ്ഥരാണെന്ന് വാദിക്കുന്ന സ്നേഹിതരെ, ഈ കഥയ്ക്ക് നിങ്ങൾ എന്ത് വ്യാഖ്യാനം? ചിലര് പറയാറുണ്ട്, എന്റെ അപ്പൻ നശിക്കുകയാണ്, ഞാൻ ആ കൂട്ടത്തിൽ നശിക്കാവും. ഈ കോരപുത്രന്മാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം പോയ വിള്ളലിൽ പോയി വീടാ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കും. അപ്പന്റെ പക്ഷത്ത് ഞങ്ങൾ നയിച്ചാലുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ നിത്യതയും നഷ്ടപ്പെട്ടു പോകും. ഭൂമിയുടെ വിള്ളലിൽ മറയപ്പെടുന്നത് മാത്രമല്ല, ഞങ്ങളുടെ നിത്യതയും നഷ്ടപ്പെട്ടു പോകും. ഞങ്ങൾ ദൈവത്തെ ഒരിക്കലും തള്ളിക്കളകയില്ല. ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ പിതൃപുത്ര ബന്ധം. ഞാൻ നിങ്ങൾ ചിലരുടെ അറിവിന് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഈ ലോകത്തിലെ ബന്ധങ്ങൾ, ഈ കർത്താവ് പറഞ്ഞത് പുനരുദ്ധാനത്തിൽ ഭാര്യയും ഭർത്താവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ധരിക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധം മാത്രമേ നിത്യതയിൽ ലിക്വിഡേറ്റ് ചെയ്യുള്ളൂ എന്നാണ്. എല്ലാ മാനുഷിക ബന്ധങ്ങളും നിത്യതയിൽ അറ്റുപോകും. മാതാവ്, പിതാവ്, ഏട്ടൻ, അനുജൻ, സഹോദരൻ, സഹോദരി തുടങ്ങിയ എല്ലാ മാനുഷിക ബന്ധങ്ങളും അതേ നിത്യതയിൽ അവസാനിച്ചിട്ട് അവിടെ ഒരൊറ്റ ബന്ധമേ ഉള്ളൂ, ദൈവത്തിനുള്ളവരും ദൈവത്തിനില്ല അല്ലാത്തവരും. അന്നെന്റെ ഇതിന്റെ നിലപാടെന്തായിരിക്കുമെന്ന് ഇപ്പോഴേ ഉറപ്പുവരുത്തിക്കൊള്ളും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി കോരപുത്രന്മാരെ കുറിച്ച് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പലരുടെയും ദൈവഭക്തി എന്ന് പറയുമ്പോൾ, ഞാൻ പറയുമ്പോൾ ആർക്കും തെറ്റിദ്ധാരണ എന്ന് തോന്നുന്നത്, പലരുടെയും ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവഭക്തി അല്ല, ഒരു പൂതികളൊക്കെ എനിക്ക് തോന്നി. ചില പറയും ഒരിക്കൽ 2 പേര് തമ്മിൽ പിന്നെ വഴക്കുണ്ടായ ഒരു ഘട്ടം എവിടെയോ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചു. വിരോധികളാണ്. ആ വിരോധികളിൽ ഒരാള് ഒരു സുവിശേഷകനെ അടിച്ചു എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച്. പ്രസംഗിച്ചോണ്ട് ഒരു സുവിശേഷകനെ അടിച്ചു. ഉടനെ സുവിശേഷകൻ എന്നെ അടിച്ച ആളിന്റെ എതിർച്ചേരിയിൽ നിന്ന് ആള് ഓടിച്ചെന്ന് സുവിശേഷകനോട് പറയാ, എനിക്കിപ്പോ രക്ഷിക്കപ്പെടും. വിവരം പറയാമോ? മറ്റവർ ചെയ്തതിനെതിരെ പറയാം. മറ്റവരെന്ത് ശത്രുവാണ്. അവൻ വിദേശി അടിച്ചപ്പം എനിക്ക് അതിനെതിരായിട്ട് നിൽക്കണം, ഇപ്പൊ എനിക്ക് രക്ഷിക്കപ്പെടണം. ഇങ്ങനെ വല്ലവരോടുമുള്ള വിരോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരും എന്നാ എനിക്കിപ്പോ സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് സ്നാനത്തിന്റെ കഥ അറിയാതെ സ്നാനപ്പെടുന്നവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാർഗത്തിന്റെ ശത്രുക്കളാണ്. ഭൂതിയിളക്കത്തിൽ നിന്ന് അത് ഈ മാർഗത്തിൽ കടന്നു വരുന്ന അനേകം ആളുകളുണ്ട്. അവരെ എവിടെ വെച്ച് അറിയാമെന്ന് ചോദിച്ചാൽ അടുത്ത എവിടെ വെച്ചത്. വഴിത്തിരിവുകൾ വരുമ്പോൾ അവർ കുറഞ്ഞ ചെലവിൽ പിന്മാറിപ്പോകും. പിന്മാറിയതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഞങ്ങളുടെ മലയാള ഭാഷയിലൊക്കെ പറയും ഈച്ചക്കാരിൽ എത്രയും വലിപ്പം കാണുള്ളൂ അവരുടെ കാരണത്തിന്. ഇപ്പൊ സഭായത്തിലൊന്നും വരുന്നില്ലല്ലോ, എന്താ കാണുന്നില്ലല്ലോ എന്ന് ഭാഷ ചോദിക്കുന്നവനെ മറുപടി കേൾക്കണം. അകത്തിന് കാണുന്നില്ല. നാളെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ വരും വന്നിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് കാണാൻ ഇത്രയും കാണുന്നത് വിളിക്ക് പിന്നാലെ
അതേസമയം നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ കാണാതെ പോയാൽ ഞാൻ പിന്മാറും. കാരണം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വരാമെങ്കിൽ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ അയക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ അനുമോദനങ്ങൾ ഒരു ദൈവ പൈതലിന്റെ നിലനിൽപ്പിന്റെ ഘടകമല്ല. മനുഷ്യന്റെ സഹായഹസ്തങ്ങളല്ല ഒരു ദൈവ പൈതലിനെ നിർത്തുന്നത്. പ്രൈസ് ഗോഡ്. മാനുഷികമാ കൈകളല്ല, ശാശ്വത വചനങ്ങളുടെ താങ്ങലാണ് ഒരു ദൈവത്തിന്റെ പൈതലിനെ നിർത്തുന്നത്. അത് മാത്രമല്ല, എനിക്ക് മനുഷ്യനോടുള്ള കടപ്പാടല്ല, ദൈവത്തോടുള്ള കടപ്പാടിനെ നിലനിർത്തുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. കോരപുത്രന്മാരുടെ ദൈവഭക്തി പൂതികളൊക്കെ എന്നുള്ളതല്ല. ഈ ചില ആളുകളുണ്ട്, ചില പ്രത്യേക സംഭ്രമജനമായ ഘട്ടങ്ങളിൽ എഴുന്നേറ്റ് ചാടി കയറി ചില കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഞാൻ ഇന്നതിന്റെ ആളാണെന്ന് വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഭൂതികളൊക്കെക്കാരനല്ല കോരപുത്രന്മാർ, അങ്ങനെയുള്ളവരല്ല. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആഴത്തിൽ വേരൂന്നിയ ദൈവഭക്തിയുടെ ഉടമകളാണ്. അവരുടെ ആത്മീയതയുടെ നാരായ വേരെന്ന് പറയുന്നത് ദൈവഭക്തിയാണ്. അതെങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളിൽ ആരെങ്കിലും ഈ വിഷയം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി പറയുക. ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ലപോലെ പാട്ടുപാടാൻ കഴിവുണ്ടെങ്കിൽ അതല്ല, അത് തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് നല്ലതാണ്. നല്ല വാചാലമായി പ്രസംഗിക്കാൻ കഴിയുമെങ്കിൽ അതല്ല, നല്ല പദങ്ങൾ കോർത്തിണക്കി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അതല്ല, മറ്റൊന്നുമല്ല. എപ്പോഴും ഭക്തിയുടെ വേഷത്തിലിങ്ങനെ കണ്ണുകടച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ അതുമല്ല. പിന്നെന്താണ്? ആത്മീയതയുടെ അടിസ്ഥാനം കറയറ്റ ദൈവഭക്തിയാണ്. ഈ ചില ആളുകൾക്ക് ദൈവഭക്തിക്ക് പകരം ഈ വേറെ ചില ഭക്തികളൊക്കെ ഉണ്ട്. ഈ എങ്ങനെ പറയുന്നേ, അവരവർ നിൽക്കുന്ന സംഘടനയോട് അന്ധമായ ഭക്തി. ഈ പേട്രിയോട്ടിസം എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്, സ്വരാജ്യ സ്നേഹം. ഏത് മനുഷ്യനും അവനവൻ പിറന്ന നാടിനോട് ഒരു കൂറുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത് പ്രസക്തമാണ്, അത് സ്വാഭാവികമാണ്, സമ്മതിക്കുന്നു. എന്നാൽ ആ കൂറ് കൂടിയിട്ട് മറ്റേ അയൽവക്കത്തെ രാജ്യക്കാരനെ വെറുക്കാനിടയാക്കി. നമ്മുടെ എല്ലാ മമതകൾക്കും നമ്മുടെ എല്ലാ ബന്ധങ്ങൾക്കും അതേ മുകളിലായിരിക്കണം ദൈവഭക്തി. ഹല്ലേലൂയ. ഈ കക്ഷിത്വത്തിന്റെ ഭക്തി ഉള്ളവരും അതുപോലെ തന്നെ നേതാക്കന്മാരെ പ്രസാദിപ്പിക്കാനായിട്ട് അങ്ങനെ നടക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽ പിന്മാറിപ്പോകും. എന്നാൽ ദൈവഭക്തി ഉള്ളവൻ പിന്മാറിപ്പോകും. അത് തന്നെയുമല്ല, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷമ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക, ദൈവഭക്തി ഉള്ളവരെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നന്മയുണ്ടാകൂ. അത് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തീ പറക്കുന്ന ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാം. ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ കുഞ്ഞത് ചോദ്യം ചെയ്യാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എടുത്ത് കാണിക്കാം. നിങ്ങളത് പ്രാർത്ഥിച്ചോളൂ പ്ലീസ്. ഞാൻ എല്ലാവർക്കും വേണ്ടി അവസരം. ഈ ചില ആളുകൾ ഇങ്ങനെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അത് അമേരിക്കയിലുള്ളവരും ഇന്ത്യയിലുള്ളവരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ചിലരെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ചിലർ പറയും, എൻ്റെ പിള്ളേരില്ലേ, ചിലപ്പോൾ ഈ പല പിള്ളേരുള്ള മാതാപിതാക്കന്മാർക്ക് ആ കൂട്ടത്തില് ഈ ശരീരത്തിൽ അശക്തനായിട്ടുള്ള ഒരുത്തൻ കാണും. അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില പിതാക്കന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. മൂത്തവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, മിടുക്കരെ എവിടെ തന്നാലും ജീവിക്കും, 4 കാലം എനിക്കും എൻ്റെ പിള്ളേരൊക്കെ മിടുക്കന്മാർ. ഇതുപോലെ നമ്മുടെ ആ പഴയ യുഗത്തിലെ യാക്കോബ് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആ രൂപനെ ചൂണ്ടിക്കാണിച്ചു, എൻ്റെ രൂപൻ, എൻ്റെ ശിമിയോൻ, ദേവി, യഹൂദ, ഇവരൊക്കെ നല്ല പുലിക്കുട്ടികളെ പോലെ അവർ എവിടെ തന്നാലും ജീവിക്കും, ആരും വരെ മാറ്റി നിർത്തുകയില്ല. അവരുള്ളിടത്തോളം കാലം ഞാൻ പട്ടിണി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞ നോക്കിയപ്പോൾ ഔസേപ്പ് അവിടെ ഇരിക്കും. എന്റെ ദൈവമേ, എന്റെ ഔസേപ്പ് കൂട്ടി അങ്ങനെ ജീവിക്കുമോ? ഇവനെ ആരും നോക്കൂ? തള്ളേം ചേട്ടന്മാരെല്ലാം അവരുടെ കുടുംബമായിട്ട് അവരങ്ങ് മാറി കഴിയുമ്പോൾ ഇവനെ ആര് നോക്കുന്നു? ഇവന് സ്വന്തം കാലം ജീവിക്കാനുള്ള കഴിയും. കുറച്ച് കഴിഞ്ഞ് വർഷങ്ങൾ ഓരോന്നായി കിഴഞ്ഞ് നീങ്ങി വൈകുന്നല്ലോ ഞാനൊരു വലിയ ഗ്യാപ്പ് ചാടി കടന്നിട്ട് അങ്ങേയറ്റത്തൊരു ഒരു ഭാഗം നിങ്ങളെ കാണിക്കുക. ഈ അപ്പച്ചനുണ്ടല്ലോ, ഈ അഭിപ്രായം പറഞ്ഞ അപ്പച്ചൻ,
അപ്പച്ചനിപ്പൊ നാട് വിട്ട് വേറൊരു നാട്ടിൽ പോയി താമസമാണ്. തലമുടിയൊക്കെ നരച്ചിരിക്കുന്നു, കണ്ണുമൊക്കെ ഇങ്ങനെ പകുതി അടഞ്ഞിരിക്കുന്നു, ഒരു വടിയും കുത്തിപ്പിടിച്ച് കട്ടിലിരിക്കുക, രാവിലെ കഞ്ഞിയെല്ലാം കുടിച്ചിരിക്കുക. ഓഷൻ ദേശത്താ താമസം. അങ്ങോട്ടൊന്ന് ചെന്ന് ചോദിക്കണം, പച്ചോ ഇങ്ങനൊക്കെ ഇരിക്കുന്നു, രാവിലെ എല്ലാം കഴിച്ചോ? ഞാൻ പറയും കഞ്ഞിയൊക്കെ കുടിച്ചിരിക്കാണല്ലോ. അടുത്ത ചോദ്യം ചോദിക്കേണ്ടത്, അപ്പച്ചന് പിള്ളേർ എത്ര പേരാ? 12 ആൺപിള്ളേരും ഒരു മോളുമാണ്. അപ്പച്ച രാവിലെ കഞ്ഞി കുടിച്ചത് ആരുടെ സാമർഥ്യം കൊണ്ടാണ്? അവൻ രാവിലെ കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞല്ലോ, അത് ആരുടെ കഴിവുകൊണ്ടാണ്? രൂപന്റെ കഴിവുകൊണ്ടാണോ? അപ്പച്ചൻ പോടുകളെ കണ്ണുനീര് ഒഴിപ്പിച്ചോണ്ട് പറയും, കുഞ്ഞുങ്ങളെ ഈ രൂപനും ജിരിയോനും ഒക്കെ എന്നെ കഞ്ഞിയല്ല കണ്ണുനീരാ കുടിപ്പിച്ചു. എന്റെ ജോസഫ് കൂട്ടി ചാകാതെ കിടന്നുകൊണ്ട് ഞാൻ രാവിലെ കഞ്ഞി കുടിച്ചു. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, അണ്ടർലൈൻ ചെയ്യുക. നിന്റെ വീട്ടിൽ ദൈവത്തെ വിളിക്കുന്ന ഒരു സന്തതി ഉണ്ടെങ്കിൽ ആത്യന്തികമായി ആ പൈതൽ മുഖാന്തരം മാത്രമേ നിനക്ക് നന്മ വരികയുള്ളൂ എന്ന് ഇന്ന് രാത്രി ഞാൻ നിന്നെ അറിയിക്കുന്നു. നിന്റെ വീട്ടിൽ കായികാഭ്യാസിയും കള്ളക്കണക്ക് എഴുതുന്നവനും ലോകത്തിന്റെ തന്ത്രങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവനും ഒക്കെ കൊണ്ട് അവരൊക്കെ മിടുക്കന്മാരാണെന്ന് എനിക്ക് തോന്നുന്നെങ്കിലും ഒടുവിൽ നിന്നെ കൊണ്ട് കുത്തുമാറാണ്. ദൈവഭക്തിയുടെ വഴിയിൽ കൂടെ പോയെങ്കിൽ മാത്രമേ ഏറ്റവും കൂടുതൽ ശുഭം വരികയുള്ളൂ. അതുകൊണ്ട് കോരപുത്രന്മാർ അപ്പന്റെ സാമർഥ്യവും വാക്സാമർഥ്യവും ഒന്നും അവര് പകർത്തിയില്ല. അവരെന്ത് ചെയ്തു? അവർ ദൈവഭക്തി ഉയർത്തി. അവരുടെ കൊച്ചു ഹൃദയങ്ങളിൽ ദൈവത്തെ വാഴിച്ചു. അവർ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. എനിക്ക് 42 സങ്കീർത്തനം മുഴുവൻ എടുത്ത് പ്രസംഗിക്കാനറിയാം, പക്ഷെ ഞാനിപ്പോ അതിനുവേണ്ടി ഉദ്യമിക്കുന്നില്ല. അതിന്റെ പ്രസക്ത ഭാഗം മാത്രം എടുത്ത് കാണിക്കട്ടെ. സൈന്യങ്ങളുടെ യഹോവേ, പ്രൈസ് ദി ലോർഡ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ഒരു ശൂന്യ മരുഭൂമിയിൽ, ഹല്ലേലൂയ, പൊള്ളുന്ന മണലാരണ്യത്തിൽ, എങ്ങനെ ജീവിക്കണമെന്നറിയാത്ത മരുഭൂമിയിൽ, തണലില്ലാത്ത മരുഭൂമിയിൽ ഒരു മാൻകിടാവ് വെള്ളത്തിന് വേണ്ടി ഓടുന്നത് പോലെ എന്റെ ദൈവമേ, എന്റെ ആത്മാവ് നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നു. യഹോവാഭക്തിയാണ്, വേറൊന്നും ആര്യഭക്തിയല്ല, വേറൊന്നും സംഘടനാഭക്തിയല്ല, പ്രൈസ് ദി ലോർഡ്, നേതാവിനെ കുറിച്ചുള്ള ഭക്തിയല്ല, പ്രൈസ് ദി ലോർഡ്, കർമാദികളെ കുറിച്ചുള്ള ഭക്തിയല്ല, പരിചയത്തിനോടുള്ള ഭക്തിയല്ല, യഹോവാഭക്തി. യഹോവ എന്റെ ദൈവം, എനിക്ക് അവനോടുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു മാൻകിടാവിന് കുടിനീരിനോടുള്ള ആവശ്യബോധമാണ് എനിക്ക് ദൈവത്തിന്റെ നേർക്ക്. ഞാൻ ചിലപ്പോൾ ഒരു കാര്യം പറയണം, നമ്മൾ ഫാഷന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ? ഫാഷന് വേണ്ടി നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരാൾ വെള്ളം കുടിക്കുന്നേരത്ത് ഒരാൾ ചോദിക്കുന്നു, താൻ എന്തിനാ വെള്ളം കുടിക്കുന്നത്? വെള്ളം കുടിക്കുന്നത് ഞങ്ങളുടെ ദേശത്ത് ഇങ്ങനെ ആളുകൾ വെള്ളം കുടിക്കാറ്, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നു. അല്ല, വെള്ളം കുടിക്കുന്നത് അതിനു വേണ്ടിയല്ല. ഒരാൾ ശ്വാസം എടുക്കുമ്പോൾ ഒരാൾ ചോദിക്കുക, എന്തിനാ ശ്വാസോച്ഛ്വാസം ചെയ്ത്? ഞങ്ങളുടെ നാട്ടുകാർക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യും, അതുപോലെ ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫോർമാലിറ്റി അല്ല. ദൈവഭക്തി ഫോർമാലിറ്റി ആയിട്ട് മാറരുത്. ദൈവഭക്തി നിന്റെ ജീവന്റെ നിലനിൽപ്പിന്റെ മുഖ്യ ആധാരമായിരിക്കണം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്നിട്ട് ഒരു വിശദീകരണം കൂടെ താഴെ, എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ദാഹിക്കുന്നവൻ എവിടെങ്കിലും ദാഹിക്കുന്നവർ ഇങ്ങനെ വന്നു കേട്ടോ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. വെള്ളം കിട്ടിയില്ലേ കുഴപ്പമൊന്നുമില്ല. വല്ലാതെ ദാഹിക്കുന്നവൻ, ദാഹപരവശനാകുന്നവൻ വെള്ളത്തിന് വേണ്ടി ഉഴവുകയാണ്. അതാണ് അടുത്ത വാക്യം, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാണ്. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ കർത്താവ് ഒരിക്കലും എനിക്കതിന് 2 പ്രകാശനങ്ങൾ തന്നു. ഒന്ന്, ഒരു ഭക്തന് ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ വന്ന് അവനെ മൂടുമ്പോൾ, അതിന്റെ കാർമിക പട്ടങ്ങൾ അവനെ മറയ്ക്കുമ്പോൾ, അവൻ പലവിധമായ കാര്യങ്ങളാൽ മനഭാരമുള്ളവനായി ദുഃഖിതനായിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ ഒരു ഒളിപ്പിടമായി, ഒരു സങ്കേതമായി അവന്റെ ആത്മാവ് ഉറ്റു നോക്കുന്നത്, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ.
ദൈവസന്നിധി ചെല്ലുമ്പോൾ എനിക്കൊരു പുതിയ വായുമണ്ഡലം ലഭിക്കും. ഞാൻ ദൈവസന്നിധി ചെല്ലുമ്പോൾ ഇതിനെല്ലാവരും മറുപടി എനിക്ക് ലഭിക്കും. എന്റെ ഇരുട്ടിന്റെ മേൽ അപ്പോഴൊരു വെളിച്ചം പ്രകാശിക്കും. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാണ്. സ്വന്തം ജീവിതത്തിന്റെ വൃത്തത്തിൽ ഇടുക്കവും ഞെരുക്കവും അനുഭവിക്കുന്ന ജീവിതമേ, മനുഷ്യനോട് അതിന്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് മറുപടിയില്ലാതെ ഉടലുന്ന ജീവിതമേ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനോട് പറയുക, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാണ്. പ്രശ്നപരിഹാരത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഓടിച്ചെല്ലുക. മാൻകിടാവിന് നീർപ്പൊയ്കയല്ലാതെ ഈ മരുഭൂമിയിൽ വേറെ സ്ഥലമില്ല. അത് തന്നെയുമല്ല, ഒടുവിലായിട്ട് എനിക്ക് പറയുവാനുള്ളത്, കോരപുത്രന്മാരുടെ ആ ആത്മകഥത്തിൽ അതിനകത്ത് ഒരു ഇൻഫിനിറ്റ് എറ്റേണൽ ഒരു വാല്യൂ കൂടി ആ വാക്കിനകത്തുണ്ട്. എന്താണെന്നറിയാമോ? കോരപുത്രന്മാർക്കറിയാം ഈ ചരിത്രം തീർന്നു കഴിയുമ്പോൾ എല്ലാവരും ഒടുവിൽ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ, ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഏറ്റവും ഒടുവിൽ എൻ്റെ അപ്പനും അമ്മയും സ്വന്തക്കാരും സഹപാഠികളും എല്ലാവരും എന്നെ വിട്ടുപിരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒടുവിൽ ദൈവസന്നിധിയിൽ നിൽക്കുവാനിടയായിത്തീരും. അവനോടാകുന്ന പൗലോസ്ലീഹ കണ്ടുപിടിച്ച ഒരു വലിയ കണ്ടുപിടുത്തമാണ്. അവനുമായിട്ടാകുന്നത് നമുക്ക്. മറ്റുള്ളവരൊക്കെ ഓരോ ക്ഷയിക്കാത്തൊക്കെ തന്നിട്ട് പോവുകയുള്ളൂ. നമുക്ക് കാര്യമുള്ളത് കർത്താവിനോടാണ്. ഏറ്റവും ഒരിക്കലും തീർന്നു പോകാത്ത ഒരു ബന്ധം അവനോടാണുള്ളത്. മറ്റുള്ളവരെല്ലാം ജീവിതത്തിന്റെ കവലകളിൽ യാത്ര പറഞ്ഞു പോകുന്നവരാണ്. മരണസമയത്തൊക്കെ ഓരോരുത്തർ പറയുന്നതെന്നറിയോ? ഇപ്പൊ പോവുക, സമാധാനത്താലേ പോവുക. വലിയ വലിയ ആളുകളൊക്കെ ഇങ്ങനെ ശവടക്കുന്ന സമയത്ത് പൊമാറ്റിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഞാൻ സ്നേഹിച്ച ദേവാലയമേ, ഞാൻ ശുശ്രൂഷിച്ചതായ മധുമഹായേ, ഞാൻ ശുശ്രൂഷിച്ച ജനങ്ങളെ സമാധാനത്താലേ വാഴുക. ഉടനെ അവർക്ക് പറയാനുള്ള വാചകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അങ്ങ് സമാധാനത്താലേ പോവുക. ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഞാൻ പോകാന്ന് പറയുമ്പോൾ പോകോളാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറഞ്ഞ് പിരിയുന്നതായ ബന്ധങ്ങളാണ്. എന്നാൽ ഒരിക്കലും യാത്ര പറഞ്ഞ് പോകാത്ത ഒരു ബന്ധമുണ്ട്. ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ, കോരഹൻ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയി, ദൈവത്തിൽ നിന്ന് അവൻ അകലെ പോയി. കോരഹിന്റെ പുത്രന്മാർ പറയുന്നു, ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. അമേരിക്കയുടെ പട്ടണത്തിൽ അവിടെവിടെയായിട്ട് ഓരോ ദിവസവും ഈ ഭൗതികം നിറഞ്ഞതായ ഈ പട്ടണത്തിൽ ഉപജീവനത്തിന് വേണ്ടി പഴക്കം വായുന്ന സഹോദരീശ്വരന്മാരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ പട്ടണത്തിന്റെ തിരക്കോ ഇതിന്റെ മാസ്മര വശീകരണ ശക്തികളോ ഇതിന്റെ ആഡംബര അതേ പരിവേഷങ്ങളോ ഒന്നും നിങ്ങളുടെ ദൈവത്തിന്റെ നേർക്കുള്ള പാത മുടക്കിക്കളയുവാനിടയായി. ഇതെല്ലാം ഒരു ദിവസം ഞാനിതിലേക്കാണ് ഈ മിക്കവാറും ഈ ഒരു പദം കഴിയുമ്പോൾ അർത്ഥം ഞാൻ ഡൗൺ ഒരു നീരും ഡൗൺ. ഈ ലോകത്തിൽ ഏത് വലിയ എംപയർ സ്റ്റേറ്റ് അല്ല, അതിനേക്കാൾ വലുത് ഇനി മനുഷ്യൻ പണി ഉയർത്താൻ ഈ നിമ്രോദ് ഉദ്ദേശിച്ചിരുന്ന എംപയർ സ്റ്റേറ്റിനേക്കാൾ പൊക്കം കൂടിയ ഒരു ഗോപുരമാണ്. പക്ഷേ ദൈവം തമ്മിൽ സാധിപ്പിച്ചില്ല. ഇതൊക്കെ ചെറുതാണ്. നിങ്ങൾ ഇന്ന് രാത്രി അതേ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പത്രോസ്ലിയാന്ന് ചോദിച്ചാൽ അത്ഭുതം തോന്നുന്നുണ്ടോ? പത്രോസ്ലിയ പറയും, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. ഇപ്പോഴത്തേക്കെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഇത് നാശമുള്ളതാണ്, അഴിവുള്ളതാണ്. ഇവിടെ അനശ്വരമായിട്ടുള്ളത് എന്തുണ്ട്? ദൈവവും ദൈവത്തിന്റെ ഭക്തിയും മാത്രം. വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയകരമായ വാക്യങ്ങളിൽ ഒന്നിതാണ്. അതൊന്ന് പാട്ടായിട്ട് പാടി നമുക്കന്ന് അവസാനിപ്പിക്കാം. ലോകങ്ങൾ അവസാനിക്കും, വാരവും
നിങ്ങൾ ഇതുവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതായ ഈ കാസറ്റിലെ ഗാനങ്ങളും സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിന് ആത്മീക സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ കരുതട്ടെ. കൂടുതൽ കാസറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം എവരി ഹോം വീഡിയോ മിനിസ്ട്രി, പോസ്റ്റ് ബോക്സ് നമ്പർ 221, ന്യൂഹേഡ് പാർക്ക്, ന്യൂയോർക്ക് 11040. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ ഏരിയ കോഡ് 516-365-2727. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.